സാഹിത്യനഗരിയായ കോഴിക്കോടിന്റെ രാഷ്ട്രീയ മനസ്സിൽ എന്ത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം. അതിഥികളായി നമുക്കൊപ്പം BJP-യിൽ നിന്നും TP ജയചന്ദ്രൻ മാസ്റ്റർ, ഒപ്പം CPM-ൽ നിന്നും M ഗിരീഷ്, കോൺഗ്രസിന്റെ കോഴിക്കോട്ട് ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറും നമുക്കൊപ്പം ചേരുന്നു. ഞാൻ ആദ്യം TP ജയചന്ദ്രൻ മാഷിൽ നിന്ന് തുടങ്ങും, കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടേയുള്ളൂ നിമിഷങ്ങൾക്ക് മുൻപ്. TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ പ്രഖ്യാപിച്ച 12 സ്ഥാനാർത്ഥികൾ അവർ പടക്കുതിരകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ പടക്കുതിരകൾ മത്സരിക്കാൻ പോകുന്നത് കടുവകൾക്കൊപ്പമാണ്. പടക്കുതിരകൾ പാർലമെന്റിലെത്തുമോ, കടുവകൾ പാർലമെന്റിലെത്തുമോ എന്നതാണ് ചോദ്യം. മൈക്ക് സർ. ഡോക്ടർ അരുൺ, കടുവകളുടെയൊക്കെ പല്ലും നഖവും കൊഴിഞ്ഞ് രാഷ്ട്രീയമല്ലേ ഭാരതത്തിലുള്ളത്? ആ ഭാരതത്തിൽ ഇന്ന് ഏറെ സമീകൃതമായ, വെൽ ബാലൻസ്ഡ് ആയ, യുവത്വവും കരുത്തും ആശയ സംശുദ്ധിയുമുള്ള ഒരു നിരയല്ലേ ഈ പൗരാരിൽ നിരത്തിയിരിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 3ാം വട്ടം നൽകാൻ ഭാരതം മുഴുവൻ തയ്യാറെടുത്ത ഈ മുഹൂർത്തത്തിൽ കേരളം മാത്രം എന്തിനു മാറി നിൽക്കണം എന്നുള്ള ചോദ്യമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. വനിതകൾ, യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ തുടങ്ങി ഇതാ ഞങ്ങൾ അംഗം മുറുക്കി, കച്ചയിൽ മുറുക്കി ഇതാ ഇറങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്ന തരത്തിലും കേരളത്തിലെ ജനതയുടെ മനസ്സിനിണങ്ങുന്ന, അവരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന, കേരളത്തിലും മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എത്തിക്കുന്നതിനുള്ള കരുത്തുറ്റ പടയുമായിട്ട് ഇതാ ഞങ്ങൾ അംഗം മുറുക്കി പടനിലത്തിറങ്ങാൻ തയ്യാറായിരിക്കുന്നു. വരുൺ ഗിരീഷ്, ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത് 195 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആ 195 സ്ഥാനാർത്ഥികളിൽ 47 പേർ യുവാക്കളാണ്, 47 പേർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്, 50 വയസ്സിൽ താഴെയുള്ള 47 പേരുണ്ട്. നോക്കൂ, അങ്ങനെ സമതുലിതമായൊരു ലിസ്റ്റാണ് BJP പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരളത്തിലും രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ഇതാ ഈ കോഴിക്കോട് മണ്ഡലത്തിൽ കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട MT രമേശിനെയാണ് കളത്തിലിറക്കാൻ പോകുന്നത്. ഒരു ഭാഗത്ത് ഇളമരം കരീം, മറുഭാഗത്ത് രാഘവൻ, മറുഭാഗത്ത് ഇതാ നിൽക്കുന്നു MT രമേശ്. സാധ്യത എത്രത്തോളം? കേരളത്തിന്റെ സാധ്യതയെക്കുറിച്ച് കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും BJP ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കേട്ടപ്പോൾ ജൈവിളി എല്ലാം കേട്ടാൽ കരുതുക തെരഞ്ഞെടുപ്പിന്റെ വിജയപ്രഖ്യാപനം വന്നതുപോലെയാണ് തോന്നുന്നത്. അതല്ലല്ലോ, ശോഭാ സുരേന്ദ്രന്റെ പേര് പറഞ്ഞപ്പോ ആരും മിണ്ടിയില്ല, മറ്റു ചില പേരുകൾ പറഞ്ഞപ്പോ ആരും മിണ്ടിയില്ല, മറ്റു ചില പേരുകൾ പറഞ്ഞപ്പോ ജൈവിളി വന്നു. BJPയുടെ അവസ്ഥയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും ഏശാൻ വേണ്ടി പോകുന്നില്ല. കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളത്തിൽ ഇത്തവണ ഇടതുപക്ഷം ഉജ്ജ്വലമായ വിജയം നേടും. ആദ്യഘട്ടത്തിൽ വരുമ്പോൾ പ്രവീൺ, നോക്കൂ, ഞാൻ ഇതേ ചോദ്യമാണ് അങ്ങയോടും ചോദിക്കാൻ പോകുന്നത്. കരുത്തന്മാരാണ് ഇത്തവണ ഏറ്റുമുട്ടുന്നത്. എളമരം കരീം കാക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ട് വരുന്നത്. കരീം കായ്ക്ക് ഇവിടെ കോഴിക്കോട് മണ്ഡലം എത്ര പിന്തുണ കൊടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മറുഭാഗത്ത് രാഘവേട്ടനും കരീം കയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിനിടയിലാണ് MT രമേശിന്റെ വരവ്. ഞാൻ ആദ്യം പറയാം, MK രാഘവന് രാഘവേട്ടൻ എന്നുള്ള പദവി കൊടുത്തത് കോഴിക്കോട് ജനങ്ങളാണ്, അല്ലാതെ UDF ഇറക്കിയ പോസ്റ്റർ അല്ല. മനസ്സിലായല്ലോ? രണ്ടാമത് കാര്യം, ഇവര് 2ാം സ്ഥാനത്തിന് മത്സരിച്ചോട്ടെ. 2ാം സ്ഥാനം CPM ആവണം ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. കെട്ടിവെച്ച കാശ് കിട്ടുമോ നോക്കിക്കോട്ടെ BJP-ക്കാർക്ക്, അത് മാത്രം നോക്കിയാൽ മതി. 1ാം സ്ഥാനം UDF, 2ാം സ്ഥാനം LDF കിട്ടണം, അത് ഞങ്ങൾ നിർബന്ധമുള്ള കാര്യമാണ്. കെട്ടിവെച്ച കാശ് കിട്ടാൻ വേണ്ടി പോരാടിക്കോട്ടെ പടക്കുതിരകള്, അത്രേ പറയാനുള്ളൂ. എല്ലാ എന്ത് വന്നാലും 20 out of 20 UDF ഇത്തവണ പിടിച്ചിരിക്കും. MT രമേശ്, ആ കോൺഫിഡൻസ് നോക്കൂ. 20 out of 20 കെട്ടിവെച്ച കാശ് BJP-ക്ക് കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് കിട്ടില്ലെന്ന് പറയുന്നത് പ്രവീൺ എഴുതി വെച്ചോളാനാണ് പറയുന്നത്. അല്ല, KPCC ഓഫീസിൽ നിന്നോ കോഴിക്കോട് DCC ഓഫീസിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ഓക്കെയാണ്. AICC ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചത് അമേത്തിയിൽ നിക്കക്കള്ളിയില്ലാതെ ജനങ്ങൾ എടുത്ത് അടിച്ച് ഓടിച്ചപ്പോഴാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണ ആകും കുപ്പായമൊക്കെ ഇട്ട് നടന്നവരുണ്ട്. പിന്നെ വേറെ ചിലരുടെ വിചാരം കേരളം ഒന്ന് ആർക്കോ സ്ത്രീധനം കിട്ടിയ മുതലാ. അല്ല, ഇത് ഞങ്ങൾക്ക് 34 കൊല്ലം ബംഗാളിൽ ഇത് തന്നെയല്ലായിരുന്നു പറഞ്ഞത്? അരുൺ ഓർക്കുന്നുണ്ടാകും, ത്രിപുരയിലെ ന്യൂസ് ആദ്യഘട്ട വോട്ട് അതിന്റെ ട്രെൻഡ് അവതരിപ്പിച്ച അരുണിന്റെ മുഖം ഞാൻ ഇന്നും ഓർക്കുക. ഇതാ ഞങ്ങൾ പിടിച്ചു വന്നൊക്കെയായിരുന്നു. ഇതൊരു മട്ടിലായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അന്നും എടുത്ത് പരിശോധിക്കുന്നത് നന്ദി. ഞാൻ നിങ്ങളുടെ വാക്കുകളൊന്നും അങ്ങനല്ല. മോദി ജയിക്കുന്ന ഘട്ടത്തിലും എന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെ തന്നെയായിരുന്നു. ജനാധിപത്യത്തിൽ ആര് ജയിച്ചാലും അവർ നമ്മുടെ നായകനാണ്. തർക്കിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇത് ജനങ്ങളുടെ കയ്യിലുള്ള സാധനം. കഴിഞ്ഞ തവണ 19-ലും എന്തൊക്കെയായിരുന്നു ഉള്ളത് എന്ന് ഞാൻ വേറെ ബഹുമാനിക്കുന്ന ഗിരീഷും ഓർക്കുന്നത് നന്ന്. പിന്നെ രാഘവേട്ടെ നിങ്ങൾക്കറിയാം, മരുമകൻ്റെ കരുണ കൊണ്ടൊരു കേരളത്തിൽ വന്നു.
പിന്നീട് കോഴിക്കോട്ട് വന്നു, ജയിച്ചു. അദ്ദേഹത്തിന് ഏട്ടൻ എന്ന പേര് കിട്ടി. മനുഷ്യനാകണമെന്ന് പറയുന്നയാൾ സഖാവ് കരീം ഇപ്പോൾ കരീമൊക്കെ ആയിരിക്കുന്നു. അതേ വന്നപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നതൊക്കെ ആശയമാണോ, മാനവികതയാണോ, മനുഷ്യത്വമാണോ? പണ്ടൊക്കെ എന്നെ ആവേശം കൊള്ളിച്ചത് ഞാൻ അവരുടെ ഒരു ആളൊന്നും ആയിരുന്നില്ലെങ്കിലും ഞങ്ങളിൽ ഇന്ന രക്തമില്ല, ഇന്ന രക്തമില്ല, ഇന്ന രക്തമില്ല എന്നൊക്കെ പറയുമ്പോൾ സഖാവിൻ്റെ ലേബൽ മാറ്റി ഇപ്പം ഇക്കയിലേക്കും ചില ബോർഡുകൾ കാണുമ്പോൾ മറ്റെന്തോ ഓർമ്മകളുമൊക്കെ ഉണ്ടെങ്കിൽ ഉൾക്കിടലം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം എന്ന് പാടുന്ന ഒരു പാർട്ടിക്ക് ഇതാ കരീം കെയുടെ പേരിൽ ഒരു പോസ്റ്റർ അടിക്കാൻ എങ്ങനെ സാധിച്ചു? പ്രവീൺ ചോദിച്ച ചോദ്യം ഇതാണ്. ഈ ബാനർ എഴുതിയല്ല രാഘവേട്ടനായത്, അത് ജനഹൃദയത്തിൽ നിന്ന് വന്ന വിളിയാണ്. അങ്ങനെയാണെങ്കിൽ പോസ്റ്ററിലാണോ വിളി വരേണ്ടത്? ജനങ്ങളല്ലേ പറയേണ്ടത് എന്നതാണ് ചോദ്യം. എളമരം കരീം പേരൊന്നും മാറ്റാനാവില്ലല്ലോ. കരീം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ കോഴിക്കോട് നഗരത്തിൽ MLA ആയിരുന്നു, 2-3 തവണ MLA ആയി, MP ആയി. സാധാരണഗതിയിൽ ഞങ്ങളെല്ലാം പ്രായമുള്ളവരെ ഏട്ടാ വിളിക്കും, അല്ല പക്ഷേ ഇക്കാക്കെ വിളിക്കും. ആ വിളിയെ ഇതിന്റെ മുകളിലുള്ളൂ. അതിനപ്പുറം കോൺഗ്രസ്, അതിനപ്പുറം ഇവര് വേറെ നിലയിലേക്കാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കറിയില്ല. പ്രായമായ ആളുകളെ സാധാരണ നിലയിൽ മനുഷ്യർ ഏട്ടാന്ന് വിളിക്കും, കാക്കയെന്ന് വിളിക്കും. അത് ഒരു ബഹുമാനത്തിന്റെ ഭാഗമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും വർഗീയമായിട്ട് അതിനെ കാണേണ്ട ഒരു കാര്യമില്ല. ഏട്ടാ വിളി വർഗീയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ആ നിലയിലാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും അതിന് വളരെ സ്വാഭാവികമായ ഏട്ടനായി കഴിഞ്ഞു എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ഏട്ടനായി കഴിഞ്ഞു എന്ന് പറയും. ഏട്ടൻ എന്ന് പറഞ്ഞു ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെന്ത് വർഗീയതയുള്ളത്? ഏട്ടനെ ഏട്ടാന്ന് വിളിക്കുന്നു, ഈ കാക്കനെ വിളിക്കുന്നു. അതിലപ്പുറത്തേക്ക് ഒന്നും അതിലില്ല. തിരുത്താം. ഇതുവരെ പല തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് സഖാവ് ഇളമരം കരീം. ആ ഇളമരം കരീമിനെ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ കരീംക എന്ന് എവിടെയെങ്കിലും വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ട് താങ്കൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നു? അത് സാധാരണ ആദ്യഘട്ട പോസ്റ്റർ, അതിനകത്ത് സാധാരണ ജനങ്ങളുടെ ഒരു വികാരം ആ പോസ്റ്ററിനകത്ത് വന്നു. അതിന്റെ അപ്പുറത്തേക്ക് അതിന് മറ്റൊന്നുമില്ല. ആ പോസ്റ്ററിൽ എളമരം കരീം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എളമരം കരീമിനെ വിജയിപ്പിക്കുക, ഇപ്പുറത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ മൈ ഡിയർ എന്ന് വിളിക്കുന്നത് പോലെ മൈ ഡിയർ വിളിച്ചതുപോലെയല്ല. പ്രായമുള്ളവരെ ഇക്ക ഏട്ടാന്നൊക്കെ വിളിക്കും. എളമരം കരീമിന് പ്രായമില്ലായിരുന്നു. VKC മുഹമ്മദ് കോയ്ക്ക് അദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ ഇക്ക എന്നുള്ളത് കണ്ടില്ലല്ലോ. എത്ര പ്രായമുള്ള ആളല്ലേ? പ്രായമുള്ള ആളുകളെ കരീംകാന്ന് വിളിക്കും, ഏട്ടെന്ന് വിളിക്കും, സത്യം തന്നെ. പക്ഷെ എളമരം കരീമിനേക്കുള്ള പ്രായമുള്ള VKC മുഹമ്മദ് കോയ കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് ഇക്ക എന്ന് വെച്ചില്ല? ഞങ്ങൾ സ്നേഹപൂർവ്വം VKC എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്നേഹമുള്ള ആളുകൾ VM എന്ന് വിളിക്കുന്നു, V മുഹമ്മദ് കോയ. അത് സ്വാഭാവികമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ നിലയിൽ കരീംക എന്ന് കോഴിക്കോട്ടെ തൊഴിലാളികൾ വിളിക്കുന്നു, സാധാരണ ജനങ്ങൾ വിളിക്കുന്നു, കരീം കെ ഇഷ്ടപ്പെടുന്നവർ വിളിക്കുന്നു. ആ സാധനം മാത്രമേ അതിന്റെ മുകളിലുള്ളൂ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. ആ പേരിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ഭാഗം കൂടെ കൂട്ടിച്ചേർക്കണം. വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്താനും അങ്ങനെ പാർലമെന്റിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദിക്കുന്നു എന്ന് പറയാനും വേണ്ടിയാണോ പോസ്റ്റൽ കരീം കെ ഇന്ന് ഇട്ടത് എന്നതാണ് എന്റെ ചോദ്യം. എങ്ങനെ ഏത് നിലയിൽ? അതായത് വർഗീയതയ്ക്കെതിരെ സംസാരിക്കാൻ MK രാഘവനേക്കാൾ ഇളമരം കരീമാണ് നല്ലത് എന്നല്ല. വർഗീയതയ്ക്കെതിരെ ഇന്ന ആളുകൾ പ്രസംഗിക്കണമെന്നില്ല. വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, അവർ ആ നിലപാട് സമൂഹത്തിൽ പറയും. അത് ആ നിലയിൽ തന്നെയാണ് ഇളമരം കരീം ഈ കോഴിക്കോട്ടും കേരളത്തിലും പാർലമെന്റിലും എല്ലാം ആ നിലപാട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറുഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ MK രാഘവൻ എന്ന് പറയുന്ന ജനകീയനായ സിറ്റിംഗ് MP നേരിടാൻ പോകുമ്പോൾ എന്താണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് കോഴിക്കോട്ടെ വോട്ടർമാരോട് പറയാനുള്ളത്? സർ നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം മുടങ്ങിയിരിക്കുന്നു ഈ സർക്കാരിന്റെ ഭരണകാലത്ത്. ഇതാ ചരിത്രത്തിൽ ആദ്യമായി 1600 രൂപ വീതം പെൻഷൻ പ്രഖ്യാപിച്ച സർക്കാരിന് 7 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ല, പെൻഷൻ ഇല്ലാത്തത് കൊണ്ട് സപ്ലൈക്ക് പോയി സാധനം വാങ്ങാന്ന് പറഞ്ഞാൽ അവിടെ സാധനമില്ല, അതില്ലാത്തത് കൊണ്ട് ബസ്സിൽ കയറി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ വില കൂടി, അവിടെ പോയി കറണ്ട് ചാർജ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറണ്ട് ചാർജിനും വില കൂടുതൽ. ഇതാണ് സംഭവിക്കുന്നത്. സാധനത്തിന് വില കുറച്ചു, ഗ്യാസിന്റെ വില മോടി കൂട്ടി. ഇതില്ല, വാണിജ്യവാതകത്തിന്റെ ഇത് പറഞ്ഞാല് വാണിജ്യവാതകത്തിന് കൂട്ടിയാൽ ഹോട്ടലിൽ വില കൂടും, മറ്റെല്ലായിടത്തും കൂടല്ല. ഞാൻ പറയാം, ഇപ്പൊ നേരത്തെ പറഞ്ഞിടത്തുനിന്ന് വിട്ടു. ഏത് കേരളത്തില് BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞല്ലോ. ഉള്ള അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചതാ. ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചതാ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നാൽ എല്ലായിടത്തും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ സിറ്റിംഗ് MP യുടെ ജനപ്രിയതയെ കുറിച്ച്
എന്റെ UDF സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ 15 വർഷമായിട്ട് അദ്ദേഹത്തെ ആകെ കാണുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. ഇല്ലെങ്കിൽ പിന്നെ കാണുന്നത് ഫ്ലക്സിലാണ്, പിന്നെ കാണുന്നത് പ്രസ്താവനയിലാണ്. അല്ലാതെ ഈ കോഴിക്കോട് മണ്ഡലത്തിലെ ജനങ്ങൾ ഈ കാലത്തൊന്നും അദ്ദേഹത്തെ അല്ലാത്ത ഘട്ടങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ല, പാർലമെന്റിൽ കണ്ടിട്ടില്ല. കോഴിക്കോട് MK രാഘവൻ കൂടാത്ത കല്യാണങ്ങളുണ്ടോ? MK രാഘവൻ കൂടാത്ത കല്യാണങ്ങളോട് ഈ അത്ഭുത സ്ഥിതിയുണ്ടോ? ഒരു ദിവസം ഈ കോഴിക്കോട് ഒരു ഞായറാഴ്ച എത്ര കല്യാണങ്ങൾ നടക്കുന്നു, എത്ര മരണങ്ങൾ നടക്കുന്നു, അത്ഭുത സ്ഥിതി. MK രാഘവൻ എന്നുള്ളത് ഒരു സൃഷ്ടിക്കപ്പെട്ട സങ്കല്പമാണെന്നാണോ താങ്കൾ പറയുന്നത്? അതെ. ഞാൻ വരാം, താങ്കളിലേക്ക് വരാം. മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം പ്രവീൺ. നോക്കൂ TP, മറുപടി കൊടുക്കണം ഗിരീഷിന്. അതിനോടൊപ്പം ഈ സർക്കാരിന് വിധി എഴുതാൻ പോകുമ്പോൾ എന്താണ് പ്രധാനപ്പെട്ട വിഷയമാകുന്നത് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇടതുപക്ഷം പറയുന്നു വർഗീയതയ്ക്കെതിരെ വോട്ട്, അവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിച്ചു പിടിച്ചു നിർത്താൻ വോട്ട്. മറുഭാഗം പറയുന്നു നരേന്ദ്രമോദി സർക്കാരിനെ മറികടക്കാൻ വോട്ട്. രണ്ടുപേരും പറയുന്നത് ഏകദേശം ഒരു ശബ്ദമാണെങ്കിലും അതിൽ പറയുന്ന രാഷ്ട്രീയം വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളൊരു തിരഞ്ഞെടുപ്പ്, ഇന്ത്യക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് എന്നാണ് ഇരു മുന്നണികളും പറയുന്നത്. TP, അരുണേ, ഇതൊരു ന്യൂനപക്ഷത്തിനും വേണ്ടിയോ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പൊന്നുമല്ല. ഇത് ഇന്ത്യ മുന്നണിയല്ലേ രണ്ടും. വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഗിരീഷ് ഇപ്പൊ പറയുന്നത് അപ്പുറത്തുനിന്ന് അരുൺ കേൾക്കുവോ? വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. അല്ല, രണ്ടാമത്തേത് അരുൺ ഇവരുടെ രാഷ്ട്രീയം അല്ല പറഞ്ഞോ, അവർക്കൊന്നും മൈക്കില്ല, അവരെ ശ്രദ്ധിക്കുകയും ചെയ്യരുത്. രണ്ടാമത്തേത് ഇപ്പൊ നോക്കൂ, കോഴിക്കോട്ടുകാര് സ്നേഹത്തോടെ ഇക്ക ഏട്ട എന്നൊക്കെ വിളിക്കാറുണ്ട്. ഗിരീഷ്, EM ശങ്കരൻ നമ്പൂരിപ്പാൻ ആരെങ്കിലും ശങ്കരേട്ടാന്ന് വിളിച്ചിരുന്നോ? ആരും വിളിച്ചിട്ടില്ലല്ലോ. അത് ശങ്കരനം. അപ്പൊ പ്രായമൊന്നും അല്ല ഘടകം. ഗോപാലേട്ടാന്ന് വിളിച്ചിട്ടില്ലല്ലോ. ഒന്നും കൂടി നോക്കൂ, ഈ രണ്ട് മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് പയറ്റാൻ പോകുന്നത് എന്താണ് എന്ന് ഇന്നലെ മുൻ DCC പ്രസിഡന്റ് വളരെ കൃത്യമായി പറഞ്ഞു. എന്താ പറഞ്ഞത്? പണ്ടും കോഴിക്കോട്ട് കുറിതൊട്ട അടിയോടിയും, കേൾക്കണം, കുറിതൊട്ട അടിയോടിയും നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ള ഇമ്പിച്ചി വാവയും മത്സരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാത്തിലും നിങ്ങൾ കാണേണ്ടത് സ്ഥാനാർത്ഥിയെയോ പേരോ അല്ല, മാനവികതയോ ഒന്നുമല്ല. ഹൈന്ദവ രക്തമില്ല, മാനവ രക്തമില്ല എന്നൊക്കെ പറയുമെങ്കിലും മുസ്ലിം എന്നൊക്കെ പറയുമെങ്കിലും തരാതരം പോലെ കൃത്യമായിട്ട്, ഇത് ഞാൻ പറയുന്നതല്ല, G. സുധാകരൻ കൃത്യമായിട്ട് പറയും അദ്ദേഹത്തിന്റെ അയോഗ്യത എന്താണ്, സലാമിന് അവിടെ ഉണ്ടായ അല്ലെങ്കിൽ ഹാരിഫിനുണ്ടായ യോഗ്യത എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എന്താണ് ആശയപരമായ പാപ്പരത്വം രണ്ട് മുന്നണികളെയും ഇന്ന് എത്തിച്ചിരിക്കുന്നു. ഇവരിന്ന് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കാനോ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാനോ ഒന്നുമല്ല. പകരം കേരളത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താ അവസ്ഥ? രാഘവേട്ടന്റെ ഒരു വലിയ പോസ്റ്റർ ഞാൻ കണ്ടു അദ്ദേഹത്തിന്റെ. എനിക്ക് തോന്നുന്നു പ്രവീണെ, സൂര്യൻ ഉദിക്കുന്നതും കിഴക്ക് ഉദിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും രാഘവേട്ടന്റെ പ്രോഗ്രാം കൊണ്ടാണ് എന്നും കൂടി പറഞ്ഞിരുന്നെങ്കിൽ ലിസ്റ്റ് പൂർത്തിയാവും. ഞാൻ ചോദിക്കട്ടെ, രാഘവേട്ടൻ എന്താണ് ഈ കോഴിക്കോട് ചെയ്തത്? ഒരൊറ്റ കാര്യം ഇല്ല സാർ, ഞാൻ വെറുതെ അല്ല പറഞ്ഞത്. ഞാൻ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആധികാരികമായ രേഖ ആ ഡാറ്റയിലേക്ക് വരാം. അതിനുള്ള മറുപടി പറയുന്നത് പ്രവീണാണ്. നേരത്തെ ഗിരീഷ് ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം നിങ്ങളിലേക്ക് വരും. എന്താണ് MK രാഘവൻ കോഴിക്കോട് മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്നത്? എന്റെ സുഹൃത്ത് ഗിരീഷ് പറഞ്ഞപ്പോൾ പറയാം. അദ്ദേഹം പറഞ്ഞു MK രാഘവന തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമേ കാണാറുള്ളൂ. അത് ശരിക്കും രാഘവന്റെ ആരോപണമല്ല. CPM-നകത്ത് എളമരം കരീമിനെ കുറിച്ചുള്ള ആരോപണമാണ്. അദ്ദേഹം പുറത്തിറങ്ങാറില്ല, അതാണ് സത്യം. അദ്ദേഹം ഒരു തൊഴിലാളി നേതാവായി തുടങ്ങിയ ആളാണ്. പക്ഷെ ഇപ്പൊ സുഖത്തിന്റെ പാതയിലാണ്, മുതലാളിത്ത പാതയിലാണ്. ഞാനിപ്പോ പറയുന്നത് സസ്പെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞില്ല. ഇതറിയോ, ഈ CPM-കാർക്ക് അസഹിഷ്ണുതയാ. ഇവര് പറയുമ്പോ ഞാൻ മിണ്ടിയല്ലോ, പറയാൻ കേൾക്കാനുള്ള മനസ്സ് വരട്ടെ. പിന്നെ MK രാഘവൻ എന്ത് ചെയ്തു കാര്യം പറയാൻ ഈ സംവാദം പോരാ. രണ്ടു കൂട്ടരെ ഞാൻ വിളിക്കുന്നു, അവർ നിശ്ചയിക്കട്ടെ സമയവും സ്ഥലവും, ഞങ്ങൾ പോവാം. ഒരു കാര്യം പറയാം, 5 കൊല്ലം എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു പെട്ടിക്കട തുടങ്ങിയിട്ടില്ല കോഴിക്കോട്ടെ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, 5 വർഷം വ്യവസായ മന്ത്രിയായ നിലക്ക് എളമരക്കെടുത്ത വികസനവും 15 വർഷമായി MK വികസനത്തിനുള്ള പരസ്യമായ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാ. ഏത് സമയത്തോട്ടെ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കി എന്ത് വികസനമായി ഇല്ലാത്തത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 120 കോടി കേൾക്കണം, നോക്കണം പോയിട്ട്. രണ്ടാമത്
അത് യു പിയുടെ കാലത്താ, ഈ മോദിന്റെ കാലത്തല്ല. യു പിയുടെ കാലത്ത് ക്യാൻസർ സെന്റർ, ഇംഹാൻസ്, ഇതെല്ലാം എം കെ രാഘവൻ കൊണ്ടുപോകുന്ന. പിന്നെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻ ഇല്ലേ, എല്ലാ പ്ലാറ്റ്ഫോമിലും ലിഫ്റ്റ് ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഉള്ളൂ. കോഴിക്കോട് എം കെ രാഘവൻ കൊണ്ടുവന്നതാ. എസ്കലേറ്റർ ആര് കൊണ്ടുവന്നതാ? ഇ.എസ്.ഐ.യുടെ ഓഫീസ് ആര് കൊണ്ടുവന്നതാ? ഡയാലിസിസ് സെന്റർ, ഇ.എസ്.ഐ.യുടെ സെന്റർ, ഇ.എസ്.ഐ.യുടെ സെന്റർ, ഇ.എസ്.ഐയുടെ റീജിയണൽ ഓഫീസ്, ഇ.എസ്.ഐ ആശുപത്രി വികസനം, ഇതെല്ലാം എം കെ രാഘവൻ കൊണ്ടുവന്ന. നോക്കൂ ടി.പി. ഗിരീഷ് എണ്ണമിട്ട് പറയുന്നു. പറയട്ടെ, ഇനിയും പറയാം, റോഡ് വരാം. ഇപ്പോൾ എം കെ രാഘവൻ 5 വർഷമാ പാർലമെന്റിലും, ഇളം കരിയും 6 വർഷം, 84% MP ഫണ്ട് പൂർത്തിയാക്കി. 6 വർഷം കൊണ്ട് 81 ആയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, നാളെ കോഴിക്കോടിന്റെ വികസന താരങ്ങൾ എഴുതുകയാണെങ്കിൽ സുവർണ്ണ ലിപികളായിരിക്കും എം കെ രാഘവന്റെ പേരകപ്പെടുത്തുക. വളരെ ചുരുക്കിയ മറുപടി എനിക്ക് ഓഡിയൻസിലേക്ക് കൂടെ പോകണം. ഇപ്പൊ പറഞ്ഞു, ഇത് ഇന്ന് കലക്ടറേറ്റ് എടുത്ത രേഖയാണ്. 2023-ലും 2024-ലും ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പ്രവർത്തികളുടെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റും അതിന്റെ പ്രൊപ്പോസലും കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പദ്ധതി പോലും കോഴിക്കോട്ട് അനുവദിച്ചില്ല. മറുപടി പറയേണ്ടത് ഈ MP-യുടെ പ്രതിനിധി. 2, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിന്റെ. അവിടെ ഒരു പ്രോജക്റ്റ് വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് വെക്കണം. കേന്ദ്ര സർക്കാരിന്റെ വലിയ ഫണ്ടുകൾ അവിടെ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രോജക്റ്റ് വെക്കണം. ഇപ്പറഞ്ഞ കേന്ദ്രം, പിന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി സംയുക്തമായി വെച്ച പദ്ധതി, അത് 96-ൽ ശ്രീമതി ടീച്ചർ MP എടുത്ത മന്ത്രിയാവുന്ന കാലത്ത് കൊണ്ടുവന്നത്. അതിനുശേഷം അദ്ദേഹം MP പോലുമല്ല. 2009-ൽ ഇദ്ദേഹം MP പോലുമല്ല. അക്കാലത്താണ് ഈ മെഡിക്കൽ കോളേജിന്റെ പ്രോജക്റ്റുകൾ വന്നത്. അതിന്റെ ശേഷം ഫ്ലക്സ് വെച്ചു എന്നുള്ളതല്ലാതെ MP-ക്ക് ഒരു പങ്കുമില്ല. അപ്പൊ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു, കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്നില്ല എന്നുള്ളത് കോഴിക്കോടിന്റെ കാര്യത്തിൽ ശരിയല്ല. പറയട്ടെ, പറയാൻ സമ്മതിക്കും. ഇംഹാൻസ് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്, മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്. മികവിന്റെ കേന്ദ്രം മുഴുവൻ തുകയും സംസ്ഥാന സർക്കാരിന്റേത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് എം കെ രാഘവൻ എന്ന് പേരെഴുതി വെച്ച ഒരു കല്ല് കാണിച്ചു തരട്ടെ. അവിടെ ഇടതുപക്ഷ എളമരം കരീമിന്റെ 2.5 കോടി രൂപയിൽ വലിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. എ പ്രദീപകുമാറിന്റെ വലിയൊരു വിശ്രമ കേന്ദ്രമുണ്ട്. തിരുവനന്തപുരത്തെ സീമയുടെ പേരിൽ അന്നത്തെ രാജ്യസഭാ MP 2 കോടി രൂപയുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെ വലിയ ബോർഡ് കാണാം. 2 കോടി രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം കെ രാഘവന്റെ പേരില്ല. MP-യുടെ പേരില്ല. പറയട്ടെ, ബാക്കി കൂടി ഇന്നലെ കമ്മ്യൂണിസ്റ്റുകാരനോട് DYFI എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. അവിടെ കല്ലുണ്ട്. എം കെ രാഘവന്റെ പേരിലത്ര ഇല്ല. ഒന്ന് ചോദിക്കട്ടെ, ഇവർ പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മികവിന്റെ കേന്ദ്രമാക്കിയത് 2013-ലാ. അന്ന് ഉമ്മൻചാണ്ടിയ മുഖ്യമന്ത്രി കേരളത്തിന്റെ. കേട്ടോ, രണ്ടാമത് പറയുന്നു. മിണ്ടിയോ? ഞാൻ സംസാരിച്ചു. അവർക്ക് സാധിക്കില്ല. അത് അവരുടെ രീതിയാണ്. സാധിക്കില്ല, അസഹിഷ്ണുതയാണ്. ഇപ്പൊ കണ്ടില്ലേ ആ പാവ സിദ്ധാർത്ഥനെ കൊന്ന കണ്ടില്ലേ? അതല്ലേ രീതി? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതാണ് രീതി. അല്ലാതെ അദ്ദേഹം പറയുന്നു ഞാൻ മൗനം പാലിച്ചു. അദ്ദേഹം പറയുമ്പോൾ ഞാൻ മൗനം പാലിച്ചു. ഇദ്ദേഹം പറഞ്ഞു 96-ൽ ശ്രീമതി ടീച്ചർ മന്ത്രിയാണോ? 96-ൽ ആണോ? കേൾക്കൂ, ആണോ അല്ലല്ലോ പറഞ്ഞത്. 2, നിങ്ങൾ എടുത്തു നോക്കൂ. 2013 കേട്ടോ, മികവിന്റെ കേന്ദ്രമായി UDF സർക്കാർ. അന്ന് UPA സർക്കാരാണ് കേന്ദ്രത്തിൽ, ഇവിടെ UDF സർക്കാരാണ്. അതേപോലെ ഇംഹാൻസ് വരുന്നു. ഇംഹാൻസിന് ശേഷം ദക്ഷിണേന്ത്യയിലെ നമ്പർ 1 ഒന്ന് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രത്തിന്റെ ഇവരാണോ? അല്ലല്ലോ. കേൾക്കും, റെയിൽവേ സ്റ്റേഷൻ സെന്ററാണോ? കേട്ടോ, ഇത് ഞാൻ ചോദിക്കില്ല. മികവ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പദവി ലഭിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ഇളവരം കരീം അറിയും നിങ്ങൾ? ആ പദവിക്ക് അവിടെ ചങ്ങല പിടിക്കാൻ പോയില്ല. അന്ന് എം കെ രാഘവൻ ചങ്ങല പിടിക്കാൻ പോയില്ല. കോഴിക്കോട് സ്റ്റേഷന്, അതെ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് അന്താരാഷ്ട്ര പദവി ലഭിച്ചു UPA സർക്കാരിന്റെ കാലത്ത്. അതിനെതിരെ ചങ്ങല പിടിച്ച ആളുകൾ അവര് അറിയും നിങ്ങൾ മാത്രം. അതും BJP നട്ടല്ല, അതും UPA സർക്കാർ നിർത്താം. ശരി, അതിന് മറുപടി താങ്കൾക്ക് പറയാം. അത് ടി പി
രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ തുടങ്ങി ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിരുന്നു. എണ്ണി പറയുന്നു ധാരാളമുണ്ട് വികസനങ്ങൾ. ഡോക്ടർ അരുൺ, ഞാൻ എട്ടുകാലി മമ്മൂഞ്ഞി എന്നൊരു കഥാപാത്രത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട്, സർ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താ? ഒന്ന് അരുൺ പറയൂ, സോറി എന്റെ പ്രവീൺ പറയൂ സർ. പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ ഞാൻ പറയാം. അരുൺ 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 ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു കൊടുക്കാതെ മൻമോഹൻ സിംഗ് ഞാൻ പറഞ്ഞു കൊടുക്കാം സർ. ഒന്ന് നെറ്റ് എടുത്ത് നോക്ക് അരുണേ. DCC പുസ്തകം പറയുന്നത് DCC യോഗമല്ല, അത്യാവശ്യം ആളുകൾക്ക് വിവരങ്ങളൊക്കെ പരതാൻ കിട്ടും. 2017 പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന എന്ന പേരിൽ 196 കോടി ഉറുപ്പിക കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡെവലപ്മെന്റ് നൽകി. ഇതിൽ രാഘവേട്ടൻ എന്ന് പറഞ്ഞ രാഘവൻ സ്വാസ്ഥ്യ ബീമാ യോജനയാണോ? രണ്ടാമത്തേത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് രാഘവേട്ടൻ തലയിൽ വെക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമാണത്. എന്താണ് അമൃത്? അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ ചോദിക്കട്ടെ സർ, ഇത് എന്നാ തുടങ്ങിയ? അന്ന് ഇത് തുടങ്ങിയപ്പോൾ ഇന്ത്യയിലുള്ള 20 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്ന് കോഴിക്കോട് തിരഞ്ഞെടുക്കുന്നത് രാഘവട്ടനെ മികവുകൊണ്ടല്ല. കാരണം കേരളത്തിൽ 4.5 ഏക്കർ ഭൂമിയുള്ളത് കോഴിക്കോട്ട് മാത്രമാണ്. അന്ന് CITUവിന്റെ കൂടെ ചങ്ങല പിടിക്കാൻ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന ഉണ്ടായിരുന്നു. ഇക്കാലം അത്രയും വൈകി. ഇതോടൊപ്പം ഇന്ത്യയിൽ വന്ന ബാക്കി 21 അടൽ പ്രോഗ്രാമിൽ വന്ന സ്റ്റേഷനുകൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണം. പിന്നെ ഒരു പിതൃത്വം ഏറ്റെടുത്തത് ഓടിയ കഥയും കൂടെ ഞാൻ പ്രവീണിന് പറയാം. ആ പാവം റിച്ചാർഡ് ഹേയും പ്രഭുവും കൂടി നമ്മുടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചതിന്റെ ഉദ്ഘാടനം വെച്ചപ്പോൾ DCC ആഫീസിൽ നിന്ന് രാഘവേട്ടന്റെ ചിത്രവും കൊണ്ട് ഒരു ബോർഡുമായിട്ട് അങ്ങോട്ട് ഓടി. അത് ഇപ്പോൾ വെച്ചിട്ടില്ല. ഓട്ടത്തിന് ഡബിൾ മടക്ക് സ്പീഡിൽ ആ ബോർഡ് എടുത്ത് ഓടേണ്ടി വന്നു. കാരണം ആ പാവം റിച്ചാർഡ് ഹേയും അദ്ദേഹം കൊടുത്തത് കാരണം എയർപോർട്ടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വികസന സാധ്യതയുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ആരാന്റെ ഇതിങ്ങനെ പേറിയിട്ട് കോൺഗ്രസ് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇനി രണ്ടാമത് അല്ല, എന്റെ സംശയമല്ല, MP എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കൊണ്ടുവരാനല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ സാർ. 2014 മുമ്പ് രാഘവൻ കോഴിക്കോടിന്റെ MP ആയിരുന്നു. ഒരു കമ്പാരിസൺ അതല്ല മികവിന്റെ കേന്ദ്രം. ഏത് മികവിന്റെ കേന്ദ്രം? 2017 PMSSY അല്ലല്ല, 2013 കാര്യമാണ് മികവിന്റെ കേന്ദ്രം. അല്ലല്ല, നമുക്കിനി മണ്ഡലത്തിൽ നിന്ന് പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങളോട് വരണം. ഓഡിയൻസ് കേട്ടിട്ട് അങ്ങയിലേക്ക് വരാം. പറഞ്ഞോളൂ, ആരാണ് ആദ്യം സംസാരിക്കുന്നത്? വിജയസാധ്യത പറഞ്ഞാൽ നമ്മളെ MK രാഘവൻ. കാരണം ഇത്രയും 15 വർഷത്തോളമായി അദ്ദേഹം നല്ല നിലപാട് കോഴിക്കോട് നിന്ന് കിട്ടിയതുകൊണ്ട്. ഇനി നമുക്ക് രണ്ട് സ്ത്രീ ശബ്ദം കൂടി കേൾക്കാം. ആർക്കാണ്? MT രമേശ്. എത്ര ഉറപ്പ്? നല്ല ഉറപ്പാണ്. ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് കേരളം മാറി മാറി ഭരിച്ചിട്ട് കേരളം കടക്കണിയിലാണ്. പെൻഷൻ കൊടുക്കാനില്ല, ശമ്പളം കൊടുക്കാനില്ല. KSRTC പൊട്ടി, വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവൻ പൂട്ടി തൊലച്ച്. പിന്നെ വ്യവസായ സ്ഥാപനോ? അതേത്? ഏതാ പൂട്ടിയത്? ഏതാ? പോയി കേരള, ഏതാ പോയി കേരള സോപ്സ് പോയി, എല്ലാം പോയി. പക്ഷെ പുതിയ കുറെ പൊതുമേഖലാ സ്ഥാപനം തുടങ്ങിയില്ലേ? 6 കോടി രൂപ തുടങ്ങിയതൊന്ന് പറഞ്ഞുതരുമോ? ഒന്ന് പറഞ്ഞുതരുമോ? നമ്മളൊന്നും കാണുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങാൻ കൊണ്ട് വന്നാല് വെള്ളൂർ പേപ്പർ മിൽസ് ഇവിടെയല്ലേ തുടങ്ങിയത്? ആണോ? നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇവര് രണ്ടുപേരും ഈ നാട് മാറി മാറി ഭരിച്ച ആൾക്കാരാ. അവര് ജനങ്ങളോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് അവരാണ് പറയണ്ടേ. ഇവര് തമ്മാമിൽ തർക്കിക്കുകയാണ്. തമ്മാമിൽ തർക്കിക്കല്ല വേണ്ടത്, ജനങ്ങൾക്ക് ചെയ്യാനുള്ള സാധനം പറഞ്ഞു കൊടുക്കണം. സഖാവ് എളമരം കരീം കാക്ക വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും. സഖാവ് എളമരം കാക്ക എന്ന് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ ഏതെങ്കിലും ഒന്ന് വിളിച്ചാ പോരെ? തൊഴിലാളികളുടെ നേതാവാ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന സഖാവാണ്. വൻ ഭൂരിപക്ഷത്തോടുകൂടെ വിജയിക്കും. പെൻഷൻ ഇല്ലാതാവാനുള്ള കാരണം ആരാണെന്ന് വിദ്യാഭ്യാസം കൊടുത്ത കേരള ജനതയ്ക്ക് അറിയാം. കേരള ജനത വിദ്യാസമ്പന്നരാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എഴുത്തും വായനയും വിദ്യാഭ്യാസവും തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാകും ആരാണ് ഞങ്ങളുടെ പെൻഷൻ മുട്ടിച്ചത് എന്ന്. ഞങ്ങൾക്ക് നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരാ. നോർത്ത് ഇന്ത്യക്കാരല്ല, ഞങ്ങൾ വിദ്യാഭ്യാസ സമ്പന്നരാണ്. ഞങ്ങൾക്ക് അറിയാം ആരാണ് ഞങ്ങളുടെ പെൻഷൻ മുട്ടിച്ചത്.
വൃത്തിയായിട്ട് അറിയാം. ഞങ്ങൾ വിദ്യാസമ്പന്നരാണ്. എളമരം കരീം കാക്ക തൊഴിലാളികളുടെ നേതാവ്, കേരളത്തിലും ഇന്ത്യയിലും ഉടക്കമുള്ള തൊഴിലാളികളോട് ആത്മാർത്ഥം ചോദിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെയും സഖാവ് എളമരം കരീമിനെ എളമരം കാക്കാന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറേ, ഗിരീഷ് ആരോട് വേണമെങ്കിൽ ചോദിക്കാം. ഞാൻ അസംഘടിത തൊഴിലാളികളുടെ ജില്ലാ കമ്മിറ്റിയിലുള്ള ആളാണ്. സഖാവിനെ സ്ഥിരമായി ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ വെച്ച് കാണുന്നതാണ്. കരീം ക എന്ന് വിളിക്കൂ, എളമരം എന്ന് പോലും വിളിക്കല്ല, കരീം ക, അങ്ങനെയാ ഞങ്ങൾ വിളിക്കുന്നത്. അല്ല, കാക്കന്റെ പേരിലാണ് ഈ പ്രശ്നമെങ്കിലേ ഈ കോഴിക്കോട് ജില്ലയിലെ CPIM-ന്റെ ഉജ്ജ്വലനായ നേതാവായിരുന്നു കേളോട്ടൻ. കേളോട്ടനെ കോൺഗ്രസ്സുകാരും ലീഗുകാരും BJP-കാരും ഒക്കെ അക്കാലത്ത് കേളോട്ടൻ തന്നെ വിളിച്ചിന്. അന്ന് ഈ പറഞ്ഞതൊന്നും എന്ത് ചെയ്തില്ല, ആരും കൂട്ടില്ല. പക്ഷേ ഇതിന്റെ മുകളിൽ വെച്ച് പോലെ കരീംഖനെ നമ്മുടെ കോഴിക്കോടിനെ കരീംക എന്ന് വിളിച്ചതിൽ ഇത് പറയുന്ന ആളുകൾക്കാണ് ഈ ജാതീയമായ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്. കരീംക എന്ന് പറഞ്ഞാൽ മതപരമായോ അല്ലെങ്കിൽ ജാതിപരമായോ ഇന്നേവരെ ചിന്തിക്കാത്ത കോഴിക്കോടിന്റെ ഹൃദയഭൂമികയിൽ എന്നും ആളുകൾ ആദരിക്കപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് കരീംക. കാണേണ്ടതില്ല, അതിലൊന്നും കാണേണ്ട. ആ കാണുന്ന ആളുകൾക്കാണ് വർഗീയ ജ്വരം ബാധിച്ച ആളുകൾ. അത് രാഘവേട്ടന് ഭൂരിപക്ഷം 1 ലക്ഷത്തിന്റെ മുകളിലേക്ക് പോവാന്നല്ലാണ്ട് അത് താഴേക്ക് വരൂല. പിന്നെ കരീംക എന്നുള്ളത് മുസ്ലിം മജോറിറ്റിനെ കൈമലെടുക്കാനുള്ള ഒരു അടവ് മാത്രമാണ് CPM-ന്റെ. ഒരു സംശയം, ഈ MK രാഘവൻ വിജയിലുള്ള പേടിയാ വരാൻ 100% ഈ മണ്ഡലത്തിൽ രാഘവേട്ടൻ അറിയാത്ത ഒരു ചെറിയ കുട്ടി പോലും ഇല്ല. എല്ലാവർക്കും അത് രാഘവേട്ടനാണ് 100%. അങ്ങനെ തന്നെയാണ്. എന്താ കാരണം വെച്ചാല് രാഘവേട്ടൻ നല്ലൊരു ഭൂരിപക്ഷത്തിൽ, ബാക്കി 2ാം സ്ഥാനം നമ്മളെ 3ാം സ്ഥാനം മറ്റൊരു നോക്കിക്കോട്ടെ, എന്തായാലും 1 ലക്ഷത്തിന്റെ മുകളിൽ എന്തായാലും വിജയിക്കും രാഘവേട്ടൻ തന്നെ. പാർലമെന്റിൽ രാഘവേട്ടൻ പ്രസംഗിച്ചൊരു ചിത്രം വിടാൻ പറ്റി. അപ്പോ നോക്കൂ, മിക്സഡ് റെസ്പോൺസ് ഉണ്ട്. ഇനി മറുപടി പറയാം ഗിരീഷ്. നോക്കൂ, പൊതുജനങ്ങൾക്ക് സുപരിചിതനാണ്. MK രാഘവൻ എന്ന പേര് ടൈറ്റ് കറക്റ്റ് ആണ്. മൈക്ക് അവിടെ കൊടുക്കാം. ഒരു നിമിഷം, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ജനിച്ചിട്ട് വോട്ടുണ്ടോ? വോട്ടുണ്ട്. ജനിച്ചിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യൻ പൗരനാണ്. ആ രീതിയിൽ എനിക്ക് ഈ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രവർത്തകരോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. ഇതിൽ ഒന്നാമത്തെ അവിടെ വന്ന മുതൽ കേൾക്കുന്നുണ്ട് രാഘവൻ വികസനം മലമറിച്ചു എന്ന്. ഞാൻ ഇതുവരെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ വേണമെങ്കിൽ കണക്കും കൂടെ നിരത്താം. 7 കോടി MP ഫണ്ടിൽ നിന്നും വെറും 3 കോടി 26 ലക്ഷം മാത്രമേ ചെലവാക്കി. 50% താഴെ. അതെ, അതായത് ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ 3 കോടി 74 ലക്ഷം രൂപ ലാബ്സ് ആണ്. എന്നിട്ട് ഇവിടുന്ന് വിളിച്ച് പറയാം ഞങ്ങൾ വികസനം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ജനിച്ചിട്ട് ഏറ്റവും കൂടുതൽ തവണ കേട്ട രാഷ്ട്രീയക്കാരൻ്റെ പേര് രാഘവന. കാരണം എൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ MP ഏതാണ്ട് വളരെ അടുത്താണ്. രണ്ടാമത്തെ ചോദ്യം എനിക്ക് BJP-കാരോടാണ് ചോദിക്കാനുള്ളത്. ഒരു പക്ഷേ ഈ 3 സാധനം ഇല്ലേ, ഇതിവിടെ 2 ആണെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെയും ഈ BJP-ന്റെ പ്രതിനിധി ഒപ്പം നിർത്താം. കാരണം എന്താ, ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് മാത്രം പ്രധാനപ്പെട്ട 32 കോൺഗ്രസ്സുകാരാണ് BJP-യിലേക്ക് മറുകണ്ഠം ചാടിയത്. എന്ത് വിശ്വസിച്ചിട്ടാണ് സാർ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? പ്രവീൺ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്ത് വിശ്വസിച്ചാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ടത്? ഹിമാചൽ പ്രദേശിൽ കണ്ടില്ലേ, 6 MLA-മാർ, 32 പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു മാസത്തിനുള്ളിൽ മറുകണ്ഠം ചാടി. എന്ത് വിശ്വാസത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം? ഒറ്റ ചോദ്യം സർ, ഈ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എവിടെ പോയി സാർ? ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ എവിടെ പോയി സാർ? കോൺഗ്രസ്സുകാർ എവിടെ പോയി സാർ? ത്രിപുരയിലെ കോൺഗ്രസ് എവിടെ പോയി സാർ? രണ്ടാമത്തെ ചോദ്യം, ആളുകൾ എത്ര ആളുകൾ വിട്ടുപോയാലും പ്ലീസ്, എത്ര ആളുകൾ വിട്ടുപോയാലും BJP നേരിടാൻ ഇന്ത്യയിൽ ഒരു പാർട്ടിയേ ഉള്ളൂ, വേറെ പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിയിൽ ആളുണ്ടാവൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ആകെ എനിക്ക് സത്യം പറഞ്ഞാൽ ഗിരീഷുടെ സാധാബ 20 സീറ്റിലധികം മത്സരിക്കുന്ന പോലും ഇല്ല. പിന്നെ ഇവിടെ വന്നിങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. 20 സീറ്റ് കൂടെ മത്സരിക്കുന്നുണ്ട്. 15, 2, 17, 19, 20 സീറ്റ് ഇല്ല. 20 ഇല്ല. അപ്പൊ അവരിങ്ങനെ പറഞ്ഞോട്ടെ. ഇപ്പോഴും പറയട്ടെ, ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് നേരിടാൻ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. വേറെ പാർട്ടിയെ കാണിക്കട്ടെ, ഞങ്ങളുടെ നാട് പോയിട്ടുണ്ടാവാം, ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. അയോധ്യയിലേക്ക് വെള്ളിക്കട്ടകൾ കയറ്റിവിടാം എന്ന് പറഞ്ഞ കമൽനാഥാണോ വർഗീയതയെ എതിർക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ഒരു പാർട്ടിയുടെ ശബ്ദം, അതിന്റെ ഉന്നതനായ അധ്യക്ഷ പറയുന്നത് മല്ലികാർജ്ജുന ഖാർഗെ പ്രസിഡന്റ് ഇടയ്ക്ക് വെച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട്. G. സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ടീച്ചർമാരെ കുറിച്ച്, അത് പാർട്ടിയുടെ അഭിപ്രായം. അങ്ങനെ പല പാർട്ടിയിലെ ആളുകൾ പല അഭിപ്രായം പറയും. ശൈലജ ടീച്ചറെ കുറിച്ച് ടീച്ചർ അമ്മ ആരാ പേര് കൊടുത്തെന്ന് സുധാകരൻ ചോദിച്ചത് CPM-ന്റെ അഭിപ്രായമല്ലോ. സാധാരണഗതിയിൽ അവിടെ നിന്ന് അഭിപ്രായമല്ല. ഗിരീഷ്, പ്രവീണിന്റെ മറുപടി.
കോൺഗ്രസിന് മാത്രമേ ഇന്ത്യയിൽ വർഗീയതയെ നേരിടാൻ മോദി സർക്കാരിന് ബദലായ ഒരു പ്രതിപക്ഷത്തെ ഉണ്ടാക്കാൻ സാധിക്കൂ. എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ വേരുകളുണ്ട്. അതൊരു അടിസ്ഥാനമായ തത്വമാണ്, അത് വസ്തുതയാണ്. അതിനെ മറികടന്നുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെ ഇനി നിയമസഭയിൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ളൂ. കർണാടക, തെലങ്കാന, ബാക്കി എല്ലായിടത്തും പോയി. ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് ഇന്ന സമ്മതിക്ക് പറയാൻ സമ്മതി. അല്ല, ഇന്ത്യ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു, ഇന്ത്യ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു എന്നാ പറയുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്നു പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് പോലും കിട്ടിയില്ല വയനാട്ടിലെ പ്രധാനമന്ത്രിക്ക്. നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് സന്തോഷിക്കാൻ രണ്ട് സംസ്ഥാന നിയമസഭയിൽ മാത്രം കോൺഗ്രസിന്, ബാക്കിയുള്ളത് മുഴുവൻ മൊത്തമായി എടുത്തുകൊണ്ട് പോവുക, ബി ജെ പിക്ക് വിൽക്കുക. നാട്ടുകാർ വോട്ട് ചെയ്യുന്നു, ബി ജെ പിക്ക് വിൽക്കുന്നു. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് മറുപടി ഒരു അവസരം തരണം. വികസനത്തെ കുറിച്ച് എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. മികവിന്റെ കേന്ദ്രമായി മെഡിക്കൽ കോളേജിന് അംഗീകാരം കിട്ടിയതിന്റെ ഏറ്റവും അടിസ്ഥാനം അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ്. വിൽക്കാൻ തീരുമാനിച്ചതാണ് യു ഡി എഫിന്റെ കാലത്ത്. ഞങ്ങൾ സമരം ചെയ്ത് തടഞ്ഞു നിർത്തിയതാ. ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് പ്രവർത്തനക്ഷമമാക്കിയതിനു ശേഷമാണ് മികവിന്റെ കേന്ദ്രമാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മാറ്റിയത്. 2 റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര. ഏത് പ്ലാറ്റ്ഫോമിലാണ് എസ്കലേറ്റർ ഉള്ളത്? ഇപ്പൊ അവിടെ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. 2-3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ നിർത്തിയാൽ 22 ബോഗികളിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ മഴ നനഞ്ഞിട്ട് ആൾക്ക് കയറണം. ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള സ്റ്റേഷനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് അതിന് A1 അംഗീകാരമുണ്ട്. ആ A1 അംഗീകാരമുള്ള റെയിൽവേ സ്റ്റേഷനകത്ത് കിട്ടേണ്ട പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല. അതിന്റെ അനുബന്ധമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇല്ല. എല്ലാ കഴിഞ്ഞ 2014 മുതൽ ഇദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര നിലവാരം. എന്താ അന്താരാഷ്ട്ര നിലവാരം? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മഴ നിലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിന്റെ സത്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്കൾ പറഞ്ഞ അന്താരാഷ്ട്ര നിലവാരം അവിടെ കാണാനില്ലല്ലോ. അല്ല, അതിന്റെ പണിയല്ലേ നമ്മൾ തടഞ്ഞതാരുണേ. CITയും AITയും പോയിട്ട്. മാത്രമല്ല, ഒരു മിനിറ്റ് അരുൺ ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഗിരീഷിന്റെ ഓർമ്മ ഞാൻ ഇത്തിരി പുറകോട്ട് വിളിക്കട്ടെ. ഈ ഇന്ത്യയിൽ ഏറ്റവും വരുമാനമുള്ളത് ഇവര് 2 കൂട്ടരും കൂടി ഒരു 5 കൊല്ലം ഭരിച്ചല്ലോ. അന്ന് എന്ത് പടവലങ്ങയായിരുന്നു നമുക്ക് കോഴിക്കോട്ടിന് കിട്ടിയത്? അല്ല, അതും കൂടി ഒന്ന് പറയണല്ലോ. പിന്നെ ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് പ്രായം കുറവാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അത്ഭുത കുട്ടി എന്നൊരു അബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രായത്തിൽ അയാൾ കണ്ണൂരില് കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന എവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? രണ്ടാമത് ഓഫീസർ അൽഫോൺസ് കണ്ണന്താനം. അയാൾ ഇന്ന് എവിടെയാണെന്നറിയോ? ഇന്ന് അല്ല സാർ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല. ഒന്ന് കേൾക്ക്. ഇതാ ക്ഷമ, ഇതാ സംവാദം. ഇന്ന് ശക്തിധരൻ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നത്തെ പോസ്റ്റ് ഉണ്ട്. MM ലോറൻസിനെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകള് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്റെ ചെറുപ്പക്കാരൻ തനി SFI ആവാതെ ഇത്തരം വേദികളൊക്കെ വന്ന് ചോദ്യം ചോദിക്കുമ്പോ എല്ലാം കൂടി നോക്കുക. ത്രിപുര എന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു. എത്ര കാലം ഭരിച്ചു? ഇന്ന് കഷായത്തിൽ പോലെ ഇല്ല. 36 കൊല്ലം ഭരിച്ച ബംഗാളിൽ വട്ടപൂജ്യം. എവിടെ പോയി ഇവരൊക്കെ? അതുകൊണ്ട് ഞാൻ പറയുന്നത് സാർ, ഇന്ത്യ എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ല. ഭാരതത്തിൽ 240. ശരി, അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഒരു നിമിഷം പ്രവീൺ, ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഹിമാചൽ പ്രദേശിലെ 6 MLA-മാരെ ഒരു രാത്രി കൊണ്ട് വിലക്കെടുത്തിട്ട് നിങ്ങൾ അതിനൊരു പേരിട്ടു, ഓപ്പറേഷൻ ലോട്ടസ്. നിങ്ങൾ മഹാരാഷ്ട്രയിൽ ശരത് പവാറിനെ പിളർത്തി അജിത് പവാറിനെ കൊണ്ടുവന്ന് അഴിമതി കറങ്ങിക്കളഞ്ഞു. എന്നിട്ട് അതിന് പേരിട്ടു ചാണക്യതന്ത്രം. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് EDയും കുതിരക്കച്ചവടവും അല്ലാതെ മറ്റെന്താണ് സാർ? ഈ രാജ്യം വിറ്റുണ്ടാക്കിയ പൈസ ഉണ്ട്. നമ്മളൊന്ന് ക്ഷമിക്കാതെ നമുക്ക് സംസാരിച്ചു പോവാലോ. ഞാൻ ചോദിക്കട്ടെ, ഈ EDയെ ഇവിടത്തേക്ക് ക്ഷണിച്ചപ്പോ മടിയിൽ കനമില്ലാത്തവർക്ക് ഭയക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അരുണിന് പേടിയുണ്ടോ ED വന്നാൽ? എനിക്കെന്ത് പേടി? കാരണം അരുണിന്റെ കൈകൾ ശുദ്ധമാണ്. മടിയിൽ കനമുള്ളവനും കള്ളപ്പണം കയ്യിലുള്ളവനും EDയെ പേടിപ്പിക്കണം. എന്റെ വീട്ടിലേക്ക് പിണറായിന്റെ പോലീസിനെ വിട്ടോ. രണ്ടാമത്തേത് ജയചന്ദ്ര മാസ്റ്റർ BJPയിൽ ഇരിക്കുന്ന കാലത്തോളം EDയെ ഭയക്കില്ല. കേരളത്തിൽ പോലീസ് ഉണ്ടല്ലോ, ഞാൻ പൊതുപ്രവർത്തകനാണല്ലോ, വിജിലൻസ് ഉണ്ടല്ലോ. അടുത്ത ചോദ്യം, ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് ഈ പാർട്ടിക്കകത്തേക്ക് വരുന്ന ആളുകളെ സ്വീകരിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, കുതിര കച്ചവടത്തിന് വെച്ചാൽ വില പറയാനുള്ള കുതിരകളെയാണോ ഇവരൊക്കെ സ്ഥാനാർത്ഥി MLA MP ആക്കുന്നത്? ഞങ്ങൾ വില പറഞ്ഞാൽ വരാമെന്ന് പറയാൻ കുതിരകൾ
സ്വന്തം കൂടപ്പിറപ്പുകൾ കുതിരകളാണെന്ന് പറയുകയും അവരെ ഞാൻ ചോദിക്കട്ടെ, വന്നവരാരൊക്കെയാണ് സർ? ഗുലാം നബി ആസാദ് കുതിരയായിരുന്നുവോ? APCCയുടെ ഗ്രൂപ്പ് 23 അവർ കുതിരകളായിരുന്നുവോ? ആപ്പ ഊപ്പ ഒന്നുമല്ല വന്നത്. ഒരു കുടുംബത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ ജനാധിപത്യവും വംശാധിപത്യവും ഒരുമിച്ച് പോവുകയില്ലെന്നും ഈ വംശാധിപത്യത്തിനുള്ള പോരാട്ടമാണ് ജനാധിപത്യമെന്നും തങ്ങൾക്ക് വോയിസ് ഇല്ലെന്ന് തിരിച്ചറിയുമ്പോൾ അവർ രാജ്യത്തിന്റെ പുരോഗതിയും ജനാധിപത്യവും. കോഴിക്കോടിന് വ്യക്തികൾ മാത്രമല്ല ആശയങ്ങളും പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പില്ലെങ്കിൽ ആശയങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ ഏതൊക്കെ ആശയങ്ങൾ പരസ്പരം ഏറ്റുമുട്ടും എന്നതാണ് ചോദ്യം. അടുത്ത റൗണ്ടിൽ റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം തുടരും. ഇടവേളയ്ക്കു ശേഷം കോഴിക്കോട് നിന്നും ഷോർട്ട് ബ്രേക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കോഴിക്കോട് നഗരിയിൽ നിന്നും മാനാഞ്ചിറയിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആശയങ്ങളുടെ സംഘട്ട ഭൂമിയായി ഈ തിരഞ്ഞെടുപ്പ് മാറുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രവീൺ, എന്തോ പറയാനുണ്ട്? അതായത് എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞു, CPM പ്രതി പറഞ്ഞു, അതായത് കോൺഗ്രസിനെ കൊണ്ട് ഈ രാജ്യത്ത് BJP സാധിക്കില്ല. ആ വാചകം സീതാറാം യെച്ചൂരി പറയുമോ? ഇവരുടെ സെക്രട്ടറി അല്ലേ? സീതാറാം യെച്ചൂരി പറയുമോ കോൺഗ്രസിന് സാധിക്കില്ല? ഒന്ന്. രണ്ടാമത്, ജയേന്ദ്രൻ മാഷ് ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞു. 10 വർഷത്തെ മോഡി സർക്കാരിന്റെ കേരളത്തിൽ നേട്ടം കൊടകര എന്ന് പറയാൻ കള്ളപ്പണം പിടിച്ചതാ. വേറെ നേട്ടങ്ങളൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല. കള്ളപ്പിടിച്ചു. ആ കള്ളപ്പണം പിടിച്ചിട്ടോ കേസ് എവിടെ എത്തിയില്ല. കൊടകരയിലെ കള്ളപ്പണ കേസും ഒതുങ്ങി. ഇവിടെ ലാവ്ലിൻ കേസിന്റെ വിചാരണ നീണ്ടു പോവുക ചെയ്യുന്നു. അപ്പൊ ഇത് തമ്മിൽ ബന്ധമുള്ള സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ച കേന്ദ്രം പിണറായിന്റെ വക സെസ്സും നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സർ പട്ടിണി സാർ അതിന് പരിഹാരം വരട്ടെ. ഇവിടെ വികലാംഗ പെൻഷൻ കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യുന്നു. താങ്കൾ പറഞ്ഞ ചരിത്രത്തിൽ ശമ്പളം മുടങ്ങുന്നു, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. ഈ രണ്ട് സർക്കാരുകളും എന്ത് ചെയ്യുന്നു ഇവർക്ക് വേണ്ടി? കേരളം പട്ടിണിയിലേക്കാണ്. ഓരോ മലയാളിയും മുണ്ട് മുറുക്കി തുടങ്ങി, ജീവിക്കാൻ ഗതിയില്ല. അതിന്റെ പരിഹാരം വരട്ടെ. അത് വരട്ടെ. ആദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യം പറയാം. ഒറ്റ മിനിറ്റിൽ താഴെ ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് മാത്രമേ ഭരണം BJPയെ നേരിടാൻ വേണ്ടി പറ്റൂ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പോലും ആവാനായില്ല. രണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ വിൽക്കുന്നത്? ഇന്ത്യയിലെ ഇനി ആകെ രണ്ട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന് ഭരണമുള്ളൂ. ബാക്കിയുള്ളടത്ത് മുഴുവൻ പോയത് ഞങ്ങളോട് ചോദിച്ചിട്ട് പോയതാണോ? മൂന്നാമത്തത് വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. സംസ്ഥാന ജീവനക്കാരുടെ ശമ്പളം ഒന്നും മുടങ്ങാൻ വേണ്ടി പോകുന്നില്ല. കേന്ദ്ര സർക്കാർ ഭരണഘടനാപരമായി ഈ സംസ്ഥാനത്തിന് തരേണ്ട പണം തരാത്തതിന്റെ ഭാഗമായി ഉണ്ടായ ചെറിയ ധനപ്രശ്നം ഇവിടെയുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും. തദ്ദേശീയമായ വരുമാനം വർദ്ധിപ്പിച്ച് ഞങ്ങൾ വർദ്ധിപ്പിക്കും. ക്ഷേമ പെൻഷൻ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ ഉള്ളൂ. മോഡി 200 രൂപ കൊടുക്കുന്നു. 4,77,000 ആളുകൾക്ക്. പിണറായി വിജയൻ കൊടുക്കുന്നു 63 ലക്ഷം പേർക്ക്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. ഞങ്ങൾ കൊടുക്കും. 7 മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കും. അത് വെച്ചിട്ട് നിങ്ങൾ വല്ല ഈ വെള്ളം വെച്ച് കളിക്കണ്ട. ഒരൊറ്റ ചോദ്യം. കിട്ടാത്ത 1,200 രൂപ കൊണ്ട് എന്ത് പ്രയോജനം സർ? കിട്ടും സാർ. 25 മാസം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 18 മാസം ആദ്യം പറഞ്ഞു. 25 മാസം ഞാൻ പറയുന്നു. 2016 സെപ്റ്റംബർ മാസം 18-ാം തീയതി 32 ലക്ഷം പേർക്ക് 32 ലക്ഷം പേർക്ക് 15,000 രൂപ വെച്ച് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. 2016 ആഗസ്റ്റിൽ ഗിരീഷ് പറഞ്ഞ ഒരു കണക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് KN ബാലഗോപാൽ പറഞ്ഞു. ആ കണക്കിതാണ്. 13,076 കോടി രൂപ ഇപ്പോൾ സർക്കാരിന് വായ്പാ പരിധിക്കുള്ളിൽ ഉൾപ്പെടുത്തി ഒരു തടസ്സവുമില്ലാതെ കൊടുക്കാമെന്നിരിക്കെ ആ പണം കൊടുക്കാത്തത് എന്താ? അതെ, അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ കേന്ദ്രം കൊടുക്കാനുള്ള കണക്കിന്റെ കണക്കാണല്ലോ എന്റെ സുഹൃത്ത് ഗിരീഷ് പറഞ്ഞത്. അല്ല ഗിരീഷെ, പിണറായി വിജയനെ വീട്ടിൽ നിന്നല്ലേ ഞങ്ങളെ നികുതിപ്പണം എടുത്ത് സുപ്രീം കോടതി ഒരു കേസ് കൊടുത്തില്ലേ? അതിൽ പറഞ്ഞിട്ടുണ്ടോ ഈ വാദഗതി? അല്ല, അത് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. അപ്പോ അവിടെ പറഞ്ഞിട്ടില്ല. നമ്മള് നിൽക്കുന്നത് കോൺഗ്രസിന്റെ വിളിപ്പുറത്താ. വിൽക്കുന്നു ആ സ്ഥാപനം ഒന്ന് പോയി കാണണം.
കരീംകായുടെ മണ്ഡലമാണിത്. ആ സ്ഥാപനത്തിലെ ഭൂമി ആരെ കയ്യിലാണ് എന്നും കൂടി ഇത് ലേലത്തിൽ വിറ്റതാണോ? അല്ല പറഞ്ഞോളൂ. സർക്കാരിന്റെ കയ്യിലാണോ? എന്തുകൊണ്ട് അധികാരമുള്ള BJP കേസെടുക്കുന്നില്ല? എന്തുകൊടുക്കുന്നില്ല? ശരി ശരി. രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ പ്രേക്ഷകരുടെ പ്രതികരണം എടുത്തു വരാം വളരെ പെട്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. കോഴിക്കോട്ടെ ഓട്ടോറിക്ഷക്കാരുടെ പ്രതികരണം രാഷ്ട്രീയ പ്രതികരണമായി നമ്മൾ എടുക്കുന്നു. പറഞ്ഞോളൂ. നമ്മളിവിടെ 10 വർഷം മുന്നേ നമ്മൾ BJP അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും താഴെ തട്ടിൽ നിലനിൽക്കുന്ന ഒരു തൊഴിലാളി വർഗ്ഗമാണ് ഓട്ടോ തൊഴിലാളികൾ. അവർക്ക് ESI നടപ്പിലാക്കൂ എന്ന് ഒരു പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വരെ അത് നടപ്പിലാക്കിയിട്ടില്ല. രണ്ടാമതെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. ഇന്ന് വരെ അത് 100 രൂപ ആക്കുക എന്നല്ലാതെ ഇന്ന് വരെ നമുക്കൊരു പ്രയോജനം ഈ ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പോൾ നമ്മൾ ഈ BJP ഇതിനൊരു വ്യക്തമായ ഉത്തരം പറഞ്ഞു തരണം. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതക വിലയും വർദ്ധിപ്പിച്ചത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. അതാണ് ആ ചോദ്യം ജയചന്ദ്രൻ മാസ്റ്റർ പറയും. ഒരു നിമിഷം. നേരത്തെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ പേരും പല നേതാക്കന്മാരുടെ പേരും പറഞ്ഞ് പ്രിയപ്പെട്ട BJP പ്രതിനിധിയോട് തിരിച്ചു ചോദിക്കുകയാണ്, നിയമം എന്ന് കേട്ടിട്ടുണ്ടോ? നിയമം BJPക്ക് കരുത്തുറ്റ മറുപടി കൊടുത്ത് മതനിരപേക്ഷത കേരളം നിങ്ങളെ അകറ്റിയ സ്ഥലമാണ്. നിയമം പരമ്പരാഗതമായ BJPയുടെ മണ്ഡലമൊന്നുമല്ല. ആകെ ഒരു തവണ വിജയിച്ചു വന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾ പരാജയപ്പെടൂ. അടുത്തത് അതിലും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഇത്രയും കാലം നിങ്ങൾ ഭരിച്ചിട്ട് എന്തുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നില്ല? ഇവിടെ CPM-ന്റെ പ്രതിനിധി റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇവർക്ക് മിനി കൂപ്പറിന്റെ സൗകര്യം ഉള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കാത്ത ആവശ്യം വരാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല, പോസ്റ്ററിൽ കരീമിക്കാന്ന് എഴുതി വെച്ച പോലെ രാഘവട്ടൻ എഴുതി വെച്ചിട്ടല്ല കോഴിക്കോട്ടിലെ ജനങ്ങൾ രാഘവട്ടാന്ന് വിളിക്കുന്നത്. അത് ഇവിടുത്തെ വികസനത്തിന്റെ മാതൃക തന്നെയാണ്. മെഡിക്കൽ കോളേജിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പല സ്കൂളിലും, കേന്ദ്ര വിദ്യാലയം അടക്കമുള്ള പല സ്കൂളിലും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ പോയി കഴിഞ്ഞാൽ രാഘവട്ടന്റെ വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരു മിനിറ്റ്, 7 മാസത്തെ കുടിശ്ശിക, പെൻഷൻ കുടിശ്ശിക, ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. 7 മാസത്തോളം കുടിശ്ശിക കൊടുക്കാൻ സാധിക്കാത്ത, ഒരു സംസ്ഥാനം മര്യാദയ്ക്ക് ഭരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് കേന്ദ്രത്തിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ എത്ര വിചാരിച്ചാലും ഇന്ത്യ ഭരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ലിറ്ററലി സഹായിക്കുന്നത് BJP മാത്രമാണ്. പള്ളി പൊളിച്ച് അമ്പലം പണിയുന്ന BJPയെ കൂട്ടി നിൽക്കുന്ന B ടീം മാത്രമാണ് CPM. അതല്ല, രാഘവട്ടനെ ജയിപ്പിക്കണം. ഇവിടെ UDF സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ പള്ളി പൊളിച്ചത് കോൺഗ്രസിന്റെ കാലത്ത്. അവസാനം പറയാം. ഈ കുട്ടിക്കുള്ള മറുപടിയാണ്. ബാബരി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? സിദ്ധാർത്ഥനെ കൊല്ല കാലത്ത് CPM മുഖ്യമന്ത്രി ആരായിരുന്നു? നല്ല ചോദ്യം ഇതാണ്, ബാബറി മസ്ജിദിന്റെ കാലത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? ചോദ്യത്തിനുള്ള മറുപടി കൊണ്ടാ നിങ്ങളെ നേതാവല്ല പറഞ്ഞത്. ശശി തരൂർ പറഞ്ഞത് എന്താ? പണ്ടേ പൊളിച്ചു കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ശശി തരൂർ പറഞ്ഞത് പണ്ടേ പൊളിച്ചു കൊടുക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കാണോ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്തിനാ ഇവിടുന്ന് ജയിച്ചു പോകുന്ന MP-മാര് MLA-മാരെല്ലാം BJP-ന്റെ കൂടെ. അല്ലാത്തവരെ കൊണ്ട് ഇവിടെ ഉണ്ടാക്കും തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിന്റെയും മീഡിയയെ പേടിച്ചു പോകുന്നൊരു ബോട്ട് സാർ. എന്തായാലും ഒന്നും ഉറപ്പാണ്, CPM ജയിച്ചാൽ റിസോർട്ട് ഒന്നും വേണ്ട, നേരെ അവിടെ ജനേന്ദ്ര മാഷോടാണ്. രാജ്യത്തിന്റെ പൊതുമേഖലാ സമ്പത്ത് ഒന്നൊന്നായിട്ട് വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. തുടർന്നും നിങ്ങൾ ഈ നിലപാട് തുടരുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനോപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ രാജ്യത്ത് മതത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ജാതീയമായിട്ട് ഒരൊറ്റ സംസ്കാരം ഒറ്റ ആചാരം എന്ന രീതിയിലേക്കാണ് ഇന്നിപ്പം ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യം നമ്മൾ എങ്ങനെയാണ് മതേതരവാദികളായ ആളുകൾ ഉൾക്കൊള്ളേണ്ടത്? ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഗ്യാൻബാപ്പി പള്ളി, ബാബറി മസ്ജിദ് ഇപ്പോൾ മറ്റേ പ്രാണപ്രതിഷ്ഠ നടത്തി പെട്ടെന്ന് 2024 തെരഞ്ഞെടുപ്പിന്റെ പരിപാടിക്ക് എത്തുന്ന സമയത്താണ് ഇത്രമാത്രം മോദിയുടെ വികസന പ്രവർത്തനം രാജ്യത്ത് നടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠ പോലെയുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്? സുഹൃത്തുക്കളെ, തിരക്കണ്ട നല്ല സമാധാനത്തിൽ പറയാം. അരുണേട്ടാ, എനിക്ക് മൂന്ന് കക്ഷികളോടും കൂടിയാണ് പറയാനുള്ളത്. ഒരു അഭ്യർത്ഥനയാണ്. ഇപ്പൊ നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനും ആവൂല, ഉറപ്പല്ലേ? അതാവൂല. പിന്നെ സി പി എമ്മിനും ആവൂല. അതേ സ്ഥാനത്ത് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളത് മോഡിക്കാം. അതൊരു സംശയമില്ല. അതിൽ 2-3 കാരണങ്ങൾ അടിസ്ഥാനപരമായിട്ട് അല്ല പറയട്ടെ ഒന്നാമത് പറയാനുള്ളത് ഒന്ന് പറയട്ടെ. എന്തിനാണ് ബേജാറാകുന്നത്? ഞാനിവിടെ ഉണ്ട്. കോംട്രസ്റ്റ് കമ്പനി ഇവിടെ ഉണ്ട്, കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഇവിടെ ഉണ്ട്, കേരള സോപ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ തന്നെ പൂട്ടിയിട്ടതാണ്. മറ്റൊന്ന് പറയാനുള്ളത്, കരീം ഖാക്ക് ഈ പ്രാവശ്യമാണ് നമ്മൾ കാണുന്നത് ഇത്രയും പല്ലുണ്ട് എന്നുള്ളത്. കരീം ഖാൻ ആരോടും ചിരിക്കാറില്ല. കരീം ഖാൻ ജയിക്കണം, അതാണ് പറയാനുള്ളത്. മിണ്ടല്ല ഗിരീഷ പറയട്ടെ. ഗിരീഷ മിണ്ടല്ല. കരീം ഖാൻ ജയിക്കണം, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങളെ ഭിന്നശേഷിക്കാരെ ആക്ഷേപിച്ചതിൽ മുൻപന്തിയിലാണ് കരീം ഖാൻ. അദ്ദേഹത്തിന് ഒരു മകളുണ്ട് വികലാംഗിയായിട്ടുള്ളത്. ഞങ്ങളെ കണ്ണു പൊട്ടൽ വർഗീയവാദികളോട് ചിരിക്കൂല. അതെന്താ കമ്മ്യൂണിസ്റ്റുകാരന്റെ കഴിവ് എന്താണെന്ന് വെച്ചാൽ അത് ഉറപ്പായിട്ട് ചങ്കത്ത് കൈ വെച്ചിട്ട് ഞങ്ങൾ മരിക്കുന്നവരെ പറയൂ. മരിച്ചു വീണാലും ഞങ്ങളെ കുത്തി വളർത്താനല്ലാതെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ കഴിയൂല. അത് ഉറപ്പാണ്. അത് ഈ കോൺഗ്രസ്സുകാരെ നോക്കിയാൽ മതി നിങ്ങള്. ഇവിടെ BJP-യും CPM-ഉം നേർക്ക് നേർ മത്സരിക്കുന്ന എത്ര മണ്ഡലങ്ങളുണ്ട്? 540. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പാനൽ ഒരു ചോദ്യം കൂടി. അരുണ്, നമ്മുടെ DCC പ്രസിഡന്റ് പറഞ്ഞ് കരീംക്ക വ്യവസായ മന്ത്രി ആയിരിക്കുന്ന കാലയളവിൽ ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ളത് ഒരൊറ്റ ഉത്തരവുള്ളൂ. മൂപ്പർ ആ കാലത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവൂല. അതായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം. കരീംക്കനെ പുകഴ്ത്തിയത് ആരായിരുന്നു? പ്രതിരോധ മന്ത്രി AK ആന്റണിയാണ് പറയുന്നത് ഇതുപോലൊരു വ്യവസായ മന്ത്രിനെ ഇന്ത്യയിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് മതി. വോട്ട് സത്യമാണ്. ഇതുപോലൊരു വ്യവസായ മന്ത്രി കേരളം കണ്ടിട്ടില്ല. തൊഴിലാളി നേതാവായി മുതലാളിയായി മാറിയ വ്യവസായ മന്ത്രി. ആ സത്യമാണ്. കരീംക്ക മന്ത്രിയായിരിക്കുമ്പോഴാണ് നിർദ്ദേശം കൊണ്ടുവന്നത്. ഈ കോഴിക്കോട് മുതൽ ചാലിയം വരെ രാഘവേട്ടന്റെ ഫ്ലക്സ് ആയിരുന്നു. എവിടെ നിർദ്ദേശ്? സ്റ്റീൽ കോംപ്ലക്സിന്റെ ജോയിന്റ് വെഞ്ചർ, നിർദ്ദേശ് അങ്ങാടി മുതൽ അവിടെ വരെ ഫ്ലക്സ് ആയിരുന്നു. എവിടെ സ്റ്റീൽ കോംപ്ലക്സ്? നിങ്ങളുടെ കാലത്ത് നശിപ്പിച്ചു. എന്താ MP ചെയ്തത്? ഒരു ചെറുവില നൽകില്ല. 2 പരിപാടി പൊളിച്ചപ്പോ. ഒരു ചോദ്യം, ഒരു വനിതാ ശബ്ദം, നാരി ശക്തി. 33% സംവരണം കൊടുത്തു വനിതകൾക്ക് വേണ്ടി. ഏത് കാലത്തേക്ക്? 33% വനിതകൾക്ക് സംവരണം കൊടുക്കാമെന്ന് പറഞ്ഞു. പാസാക്കി നിയമം വന്നില്ലേ? നിങ്ങൾ LDF ഭരണം വന്ന സമയത്ത് LDF എല്ലാം ശരിയാവെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ശരിയാക്കി കൊണ്ടിരിക്കല്ലേ ഈ കാര്യങ്ങളൊക്കെ. 6000 രൂപ വെച്ചിട്ട് കിസാൻ നിധി 7 മാസം പെൻഷൻ കൊടുത്ത അമ്മമാര് വരെ
വയസ്സായ അമ്മമാര് വരെ തെരുവിൽ ഇറങ്ങിയില്ല. എന്തിനെതിരെ? നിങ്ങൾ LDF-നെതിരെ വന്നില്ലേ? പിണറായി സർക്കാരിനെതിരെ. ഇപ്പൊ ഇത്രയും ഉണ്ടായത് ആരാണ്? ഈ കേരളം അതപ്പതിച്ചു. കേരളം 45 രൂപയുള്ള പെൻഷൻ പിണറായി വിജയൻ 1600 ആക്കിയത് ഈ കേരളത്തോടുള്ള ജനങ്ങളുടെ പ്രതിബദ്ധതയാണ്. കൊല്ലം 6000 രൂപ മുതൽ ക്ഷേമ പെൻഷൻ 45 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 ആക്കി 7.5 വർഷക്കാലം ജനങ്ങൾക്ക് കൊടുത്തു. കേന്ദ്ര സർക്കാർ തകർത്തു. കേന്ദ്ര സർക്കാർ തകർക്കാൻ ശ്രമിച്ചു. ഒരു നിമിഷം കേൾക്കൂ. ഒറ്റ മിനിറ്റ്. എനിക്ക് ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകൾ സംഘടിപ്പിക്കുമോ? റിപ്പോർട്ടർ ചാനൽ ചെയ്യേണ്ടത് ഒറ്റ പ്രതിനിധി മതി. വാളയാറ് കഴിഞ്ഞാൽ ഇവർ രണ്ട് കൂട്ടരും ഒറ്റക്കെട്ടായ സ്ഥിതിക്ക് ഒറ്റ പ്രതിനിധി മതി ഇവർക്ക്. ഒറ്റ മുന്നണി അല്ലേ നിങ്ങൾ എന്നതാണ് ചോദ്യം. ഒറ്റ മുന്നണി അല്ലേ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, അതല്ലേ പറഞ്ഞത് ഈ പിണറായി വിജയന്റെ പാർട്ടിക്കാർക്ക് ഇത് പ്രശ്നമുള്ളൂ. യെച്ചൂരി ഞങ്ങളെ കൂടിയാ, അയാൾക്ക് അറിയാം ഇവരുണ്ട്. സത്യം പറഞ്ഞത് എന്താ സംശയം? ഒന്ന് ഞാൻ കൽക്കൂടി ചെയ്യാം. ഒരു കാര്യം സംശയം വേണ്ട, 2 മിനിറ്റ് ഉള്ളൂ. ഞാൻ കൽക്കൂടി ചെയ്യുന്നു. ഈ രാജ്യത്ത് ഇത്തവണ BJP-യെ ഇന്ത്യ മുന്നണി ഇറക്കിയിരിക്കും, ഒരു സംശയം വേണ്ട. രണ്ട് കേരളത്തിൽ 20 ഔട്ട് ഓഫ് 20 ഞങ്ങൾ അടിക്കും. 3 MK രാഘവൻ 1 ലക്ഷം വോട്ട് ജയിക്കും. കെട്ടിവെച്ച പൈസ BJP കിട്ടില്ല. കുറച്ചു നേരം നിശബ്ദരായിരുന്നു, പറഞ്ഞാട്ടെ. അല്ല, ഒന്നുമില്ല. മനപ്പായസത്തില് പാൽപ്പായസം തന്നെയാവും, പഞ്ചസാര കുറയ്ക്കണ്ട. അല്ല, ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസ് ഇണ്ടി താഴെ ഇറക്കൂന്ന് രാഹുൽ ഗാന്ധിക്ക് ബോധ്യമുണ്ടോ? എന്നിട്ടല്ലേ പ്രവീണ് രാഹുൽ എന്റെ പ്രവീണ് നടക്കുന്ന എന്താ സംശയം? വനിതാ സംവരണ ബില്ല് ചോദിച്ചു. പ്രവീണിനോടും ഗിരീഷോടും ഞാൻ പറയുന്നു, വനിതാ സംവരണ ബില്ല് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി നടപ്പിലാക്കും. ഗിരീഷിനെ കൊണ്ടും പ്രവീണിനെ കൊണ്ടും എന്ന് നടപ്പിലാക്കും. വനിതാ സംവരണ നിയമം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റാതെ പോയത്? അല്ല, അതിനുള്ള കാരണങ്ങൾ ഒരു സംശയം വേണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ 5 വർഷത്തിനുള്ളിൽ ഇതുവരെ എവിടെ പോയിരുന്നു? ഈ വനിതാ സമരത്തിന് ആവശ്യം എപ്പോഴാ വന്നത്? കോൺഗ്രസ് ആണ്. ഈ കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ MP-മാർ കേരള വിരുദ്ധമായ നിലപാട് ഇന്ത്യൻ പാർലമെന്റ് സ്വീകരിച്ചു. അവരോട് പ്രതിരോധം പ്രതികാരം കേരളത്തിലെ ജനങ്ങൾ തീർക്കും. മതനിരപേക്ഷത BJP-യുടെ ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് പ്രതികാരം തീർക്കും. ഓരോ ചോദ്യങ്ങൾ മാത്രം. BJP, LDF, UDF. BJP. പ്രവീണേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, പ്രവീണേട്ടന്റെ വീടിന്റെ തൊട്ടടുത്താണ് എന്റെ വീട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഞാൻ മൊട്ടയടിക്കാൻ തയ്യാറാ. പ്രവീണേട്ടൻ തയ്യാറുണ്ടോ? BJP അധികാരത്തിലെത്തിയാൽ പ്രവീണേട്ടൻ തന്റെ ഇടത്തോട് കൂടി വെല്ലുവിളിക്കാൻ തയ്യാറുണ്ടോ? ശരി. പറഞ്ഞോ. കേൾക്കൂ. പാർലമെന്റിലെ പെർഫോമൻസിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഒരു MP-യെ വിലയിരുത്തുന്നതെങ്കിൽ കല്യാണത്തിനും വീട്ടുകൂടലിനും പോകുന്ന മാത്രമല്ല, പാർലമെന്റിലെ പെർഫോമൻസ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിക്കുന്നത്, ഇങ്ങനെ പാർലമെന്റിൽ ഇടപെടുന്നതാണ് ഒരു MP-യുടെ ഉത്തരവാദിത്തമെങ്കിൽ കോഴിക്കോടിന് കഴിഞ്ഞ 15 വർഷമായി ഒരു MP ഉണ്ടായിരുന്നു അംഗീകരിക്കാൻ പറ്റില്ല. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള, ഇളമരം കരീമിനെ പോലുള്ളവർ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളാണ് രാജ്യത്തിന്റെ മതേതരത്വത്തിന് കാവലായി ഇന്നും ഇടതുപക്ഷം ഉണ്ടെന്ന് വലിയ കണ്ണടയൊക്കെ വെച്ച് ആ കണ്ണട വെച്ച് ആ വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി രാഘവേട്ടനെ പെർഫോമൻസ് അറിയാം. ഈ ചോദ്യം അതല്ല. ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, സിദ്ധാർത്ഥിന്റെ കൊലപാതകം. ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിന് CPM പറയണം. CPM എന്തുകൊണ്ട് മറുപടി പറഞ്ഞാൽ, ഇതേ കേസിൽ 2019 ക്യാമ്പസിന്റെ ഇടിമുറികളിൽ വിചാരണ ചെയ്യപ്പെട്ടതിൽ
പ്രതി ചേർത്ത ആർഷമാണ് ഇന്ന് SFI ഭരിക്കുന്നത്. ആ SFI 2024 വീണ്ടും ഒരു സിദ്ധാർത്ഥ് ആവർത്തിക്കപ്പെടുമ്പോൾ CPM അല്ല ഇവർക്ക് പാലൂട്ടുന്നത്. ഇതിന് ഗിരീഷ് ഏട്ടൻ മറുപടി വേണം. ഹലോ, അല്ല നിങ്ങളുടെ ചോദ്യം ചോദിക്കാനുള്ളത് CPM-ലേക്ക് ക്രിമിനലുകളെ റിക്കോർഡ് ചെയ്യുന്ന പണിയാണ് SFIക്ക്. പറഞ്ഞോ ഈ പൂക്കോട് കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വിഭാഗം കുട്ടികൾ നടത്തിയ ആൾക്കൂട്ടാക്രമണം ഇദ്ദേഹം ഇന്നലെ നടത്തി. അവിടുത്തെ വസ്തുത പരിശോധിച്ച് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നടത്തിയ വാർത്ത, അതിൽ ആരൊക്കെ പങ്കാളികളായിട്ടുണ്ടോ ഒരാളെയും രക്ഷിക്കാൻ SFI നിൽക്കില്ല, ഈ സർക്കാർ നിൽക്കില്ല, ഈ പോലീസ് നിൽക്കില്ല, ഒരാളെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ആർക്കെല്ലാം പങ്കുണ്ടോ അവരെ ഒക്കെ ശിക്ഷിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് CPIM-നുള്ളത്. ഒരാളെയും രക്ഷിക്കാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ എന്തെല്ലാം നിലപാടെന്ന് പറഞ്ഞോ? ധീരജിനെ ഒറ്റക്കുത്തിരി കൊന്ന കൊലയാളിയെ ഇലക്ഷൻ ഇറക്കി മറന്നുപോരുത്. ഈ കേരളത്തിൽ കൊലയാളികളെ വളർത്തിയതും ക്യാമ്പസിൽ കുട്ടികളെ കൊന്നതും കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസ് ആണ്. ശരി TP ജയചന്ദ്രൻ മാസ്റ്റർ മറുപടി. ചോദ്യം ഒരു ചോദ്യം പെട്ടെന്ന് ഒരു നിമിഷം. മാഷോടാണ് ചോദ്യം. നമ്മുടെ 15 ലക്ഷം കിട്ടോ ഇല്ലേ, അതിനൊന്ന് മറുപടി പറഞ്ഞു മാഷ്. ശരി പറഞ്ഞോ. ആ സുഹൃത്ത് ആദ്യം പോയിട്ട് ഒരു രണ്ടാമത്തേത് അരുണേ പ്ലീസ് കേക്കൂ 7 മാസമായി പെൻഷൻ കിട്ടാത്ത സംസ്ഥാനത്ത് 7 മാസമായി പെൻഷൻ കിട്ടാത്ത സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് നീന്തൽക്കുളം, ചാണകപ്പുര, കാലിവംശം, സഹോദരിമാർക്ക് ചികിത്സിക്കാൻ വിദേശത്ത് വരുന്ന പണം, ഇതൊക്കെ കൊടുക്കാനുള്ള പണം എടുക്കാതെ തൂർത്തവസാനിപ്പിച്ചിട്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരങ്ങൾ, സപ്ലൈകോൽ ഉൽപ്പന്നങ്ങളില്ല, ഈ ഒരു ദുരവസ്ഥയ്ക്കപ്പുറത്തേക്ക് വർഗീയതയും ഇതിന്റെ ട്രെൻഡ് നോക്കിയാൽ അറിയാം ഇത് വെച്ച് കേരളം എത്ര കാലം പോകും. ഒരു കാര്യം കൂടി അങ്ങനെയാണോ പ്രകടന പത്രിക ഇറക്കിയത്? കേന്ദ്രം ഇന്നത് തന്നാൽ ഞാള് ചെയ്യാന്നായിരുന്നോ? അവർ കടലാസ് ഇറക്കിയിരുന്നല്ലോ. അല്ല, അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങണ്ടേ? ഒരു നിമിഷം TP, എന്റെ ഒരു ഡയറക്റ്റ് ആയിട്ട് ചോദ്യം ഇതാണ്. ഒരു നിമിഷം സർ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനകാര്യത്തെക്കുറിച്ച് എന്ത് നിലപാടാണ് എടുത്തിരുന്നത്? നരേന്ദ്രമോദി വരുന്നതിന് സംസ്ഥാന വിഹിതം എത്രയുണ്ടായിരുന്നു? 3.92. ശതമാനമോ പറയൂ. ഒന്നുകിൽ നിങ്ങൾ ശതമാനം പറയണം, അല്ലെങ്കിൽ എണ്ണം പറയണം. 1 ഉറുപ്പികയുള്ള തക്കാളിക്ക് 2 ഉറുപ്പിക 100% വർധനം. 100 ഉറുപ്പിക വിലയുള്ള സാധനം 1 ഉറുപ്പിക കൂടി 1%. ശതമാനം കണക്കിലായില്ല. ശതമാനമല്ല നമ്മൾ കേന്ദ്ര വിഹിതം 32% നരേന്ദ്രമോദി വരുന്നത് വരെ ഉണ്ട്. 15ാം ധനകാര്യ കമ്മിറ്റി വരെയുള്ള വിഹിതം 42% ഈ കേരളത്തിൽ ഈ ഗവൺമെന്റ് വന്ന ശേഷമുള്ള വിഹിതം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമുള്ളത്. ഒരു ചോദ്യം കൂടി ഒരു പ്രേക്ഷകർ ചോദിച്ചത്, ഈ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ ഗ്യാസ് കണ്ടിട്ട് പോയാൽ ഗ്യാസ് പോവുമോ എന്നുള്ളതാണ് BJP-യുടെ. അല്ല, അങ്ങനെ പോയവരാരും ഇവിടെ ഇല്ലല്ലോ. മറിച്ച് 6000 രൂപ അക്കൗണ്ട് കിട്ടുമെന്ന് കണ്ടിട്ടായിരുന്നില്ലല്ലോ പോയത്. പെട്രോളിന്റെ വില ഇവിടെ സെസ് കൊടുക്കുമെന്ന് കണ്ടിട്ടായിരുന്നില്ലല്ലോ പോയത്. ക്ഷേമ പെൻഷനിൽ 1600 പറയുമ്പോ അതിന്റെ വിഹിതം കൊടുക്കുമെന്ന് കണ്ടിട്ടല്ലല്ലോ പോയത്. അപ്പൊ ചോദിക്കാത്തത് പലതും കൊടുത്ത് ഈ രാജ്യത്ത്, അതുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും CPM കർഷക സമരം നടക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി. കർഷക സമരത്തിന്റെ തീജ്വാലയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്നങ്ങൾ കെട്ടുപോകുമോ? അല്ല, അതിപ്പോ ആവിയായില്ലേ? അവിടെ ഹരിയാനയിൽ സമരം ശക്തമാണ് സാർ. കുറച്ച് മുമ്പ് ഒന്നാം ഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ നരേന്ദ്രമോദി ഒലിച്ചു പോയോ? അവിടെയുള്ള കോൺഗ്രസ് സ്ഥലത്തവർക്ക് BJP-ക്ക് 3 ബില്ല് എടുത്തോണ്ട് ഓടി. ആയിക്കോട്ടെ, ഏതായാലും BJP-ക്ക് അരുൺ ഇപ്പോഴാണ് അരുൺ ആങ്കർ അല്ലാതാകുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 3 ബില്ലുകൾ കർഷക സമരത്തെ തുടർന്നുള്ളതല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കർഷക സമരത്തിൽ BJP ഒലിച്ചുപോയി, ഇനി ഞങ്ങളാന്ന് പറഞ്ഞെടുത്ത് ഈ കർഷക സമരം നടന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ BJP-ക്ക് ഇടിവുണ്ടായോ?
പഞ്ചാബിൽ അതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു അരുണെ? അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനാണ്. അകാലിദൾ എവിടെ സാർ? താങ്കൾ DYFI അകാലിദൾ എവിടെ സാർ? എല്ലി. എത്രയുണ്ടായിരുന്നു? ഈ വർഗീയതയെല്ലാം ഉണ്ടാക്കിയിട്ടും ഞാൻ പറയാം. അരുൺ ഒരു കാര്യം. 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടന്നു. കണക്ക് പറയണം. ഈ കേന്ദ്രം ഭരിക്കുന്നവർ പറയുന്നു ചോദിക്കാത്തത് കൊടുത്തിട്ടുണ്ട്. കേരളം ഭരിക്കുന്നവർ പറയുന്നു ചോദിച്ചു കിട്ടുന്നില്ല. നാട് പട്ടിണിയിലാണ്. വിലക്കായിട്ട് കൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താ കാര്യം? കോൺഗ്രസിന്റെ നിലപാട് എന്താ? രണ്ട് സർക്കാരിനാണ്. രണ്ട് സർക്കാർ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ശമ്പളം മുടങ്ങിയിരുന്നോ? പെൻഷൻ മുടങ്ങിയിരുന്നോ? പട്ടിണിയായിരുന്നോ? പട്ടിണിയിലേക്ക് പോവാണ്. കേരളവും കൂടി കേരളത്തിലുള്ള പട്ടിണിയാണ്. ഒരു ചോദ്യം, ഒറ്റ ചോദ്യം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ഇല്ലാതെയാക്കി. പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത് നിങ്ങളുടെ കാലത്താ. എനിക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. മുമ്പ് കേന്ദ്രം BJP ഭരിച്ച സമയത്ത് മുഖ്താർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ആൾക്കാർ കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലായിരുന്നു. ഇന്ന് കഴിഞ്ഞ 2019 കേരളത്തിലെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയത്ത് അതേരത്തെ പാർട്ടിയാ. അവിടെ ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനിയൊന്നുമില്ല. മനസ്സിലാക്കി. വി ഡി സതീശന്റെ പ്രായോഗികതയുടെ അർത്ഥം താങ്കൾക്ക് എങ്ങനെ അറിയാം? ആ കോൺഗ്രസ് അല്ലേ പറയേണ്ടത്? ഇത് മതേതര പാർട്ടിയാ. കേൾക്കണം, തിരൂരങ്ങാടിയിൽ കൊണ്ടുവന്ന് ഏക്കിയാണ് ജയിപ്പിച്ച മതേതരത്തിലുണ്ട് UDF മുന്നണി. അത് മനസ്സിലാക്കണം. കേരളത്തിൽ അത് കോൺഗ്രസിന്റേതല്ല, അത് ലീഗിന്റെ മികവാണ്. തിരൂരങ്ങാടി ആന്റണി ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ഒരു മിനിറ്റ് സൗണ്ട് പോയത് എന്താ അറിയോ? കുറെ നേരെ പറഞ്ഞോ. ഈ കോൺഗ്രസ് മതനിരപേക്ഷ സംഭവമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അയോധ്യയിൽ നിങ്ങൾ പോയി? കോൺഗ്രസിനെ കളിയാക്കുന്ന CPM-ന്റെ പ്രതിനിധിയോട് ഒരു ചോദ്യം. 3 സീറ്റുള്ള നിങ്ങളാണോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത്? ഇന്ത്യയിലെ ഈ അടുത്ത 5 തെരഞ്ഞെടുപ്പില് 40% വോട്ട് നേടിയ കോൺഗ്രസ് മുന്നണി അല്ലാതെ 3 സീറ്റുള്ള 5 വർഷം മുന്നേ കോൺഗ്രസും BJP-യും ഒരു അഹങ്കാര മുസ്ലിം ലീഗ് ഇല്ലാത്ത മണ്ഡലങ്ങൾ ഏതാണെന്ന് ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നത് ഈ കേരളത്തിൽ മത്സരിക്കാൻ വരിക മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ ജയിക്കാൻ. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്തതുകൊണ്ട് 3 സീറ്റുള്ള CPM ആണോ ഇന്ത്യ ഭരിക്കാൻ പോണെന്ന് പറഞ്ഞത്? ഈ 3 സീറ്റ് മതി. 3000 ആളുടെ ഫലമാണ് ഇന്ത്യ പാർലമെന്റിൽ. അതാണ് CPM പറയുന്നത്. ലാസ്റ്റ് ഓരോ മിനിറ്റ് വീതം മാത്രം സമയം. കോഴിക്കോട്ടെ വോട്ടർമാർക്ക് കോൺഗ്രസിന്റെ ഉറപ്പെന്താണ്? കേട്ടോളൂ. കേക്കൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്നോട് ചോദിച്ചത് കോഴിക്കോട്ടെ വോട്ടർമാർക്ക് കോൺഗ്രസിന്റെയും UDF-ന്റെയും ഉറപ്പ് നടന്ന ആദ്യത്തെ ഉറപ്പ് കേന്ദ്രത്തിലെ വർഗീയ ഫാസിസത്തിനുള്ള പോരാട്ടം അതിശക്തമാക്കും. കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസം അവസാനിപ്പിക്കും. കോഴിക്കോട്ട് കഴിഞ്ഞ 15 വർഷമായി തുടരുന്ന വികസന പരമ്പര നല്ലോണം തുടരും. ഇതാണ് ഉറപ്പ്. എന്താണ് കോഴിക്കോട്ടെ വോട്ടർമാർക്ക് MT രമേശിന്റെ ഉറപ്പ്? കേൾക്കൂ. മൈക്കുണ്ട്, താങ്കൾ പറയുന്നതേ കേൾക്കൂ. ചരിത്രപരമായ പ്രാധാന്യമുള്ള കോഴിക്കോട് മാറി 2 മുന്നണികളെയും പരീക്ഷിച്ചു. കോഴിക്കോടിന്റെ ഹൃദയമിടിപ്പുകൾ അറിയുന്ന ഒരു പ്രവർത്തനവും കോഴിക്കോടിന് സംഭാവന ചെയ്യാൻ ഇരുകൂട്ടം കഴിഞ്ഞില്ല. ഇവരാര് ജയിച്ചാലും ഒരേ വികാരത്തോടെ BJP-ക്കെതിരായുള്ള അജണ്ട മാത്രമായതുകൊണ്ട് ഇവരെ വേണോ അതല്ല ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിലൂടെ മുന്നോട്ട് പോകണമെന്നവരല്ല. തെരഞ്ഞെടുപ്പാണിത്. ഓർത്തും ചിന്തിച്ചും വോട്ടവകാശം വിനിയോഗിക്കുക. കഴിഞ്ഞ 6 വർഷം ഇന്ത്യയിലെ രാജ്യസഭയിൽ എളമരം കരിയും BJP-ക്കെതിരായി ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ അത്യുജ്വലമായി ലോക്സഭയിലും നടത്തും. 15 വർഷം കോഴിക്കോടിന് നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട 15 വർഷങ്ങൾ ഞങ്ങൾ തിരിച്ചു പിടിക്കും. 15 വർഷം തിരിച്ചു പിടിക്കും എളമരം കരീമിന്റെ പേരിൽ. താങ്ക് യു TP. കോഴിക്കോടിന്റെ മനസ്സിൽ എന്താണുള്ളത് എന്നാണ് നമ്മൾ പരിശോധിച്ചത്. അത്യാവേശപൂർവ്വമാണ് കോഴിക്കോട്ടെ വോട്ടർമാർ ഈ സംവാദം ഏറ്റെടുത്തത്. ആരോഗ്യകരമായ സംവാദം കോഴിക്കോടിന്റെ സാഹിത്യ നഗരിയുടെ സാംസ്കാരിക ചിത്രം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കടുക്കുമെന്നത് ഉറപ്പാണ്.
പടയോട്ടം നടത്താൻ പോകുന്നത് പടക്കുതിരകളാണ്, കടുവകളാണ്. ഈ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. രാഷ്ട്രീയ ചൂടേറുന്ന കണ്ണൂരിൽ വെച്ചാണ് നാളെ കുരുക്ഷേത്രം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.